2023 SSLC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കിയതാണ് ഈ തിയറി ചോദ്യങ്ങൾ. പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയുള്ള ഓരോ അധ്യായത്തിലെയും ചോദ്യങ്ങളിൽ ആദ്യം കാണുന്ന കുറെ ചോദ്യങ്ങൾ 2023 SSLC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പിന്നീട് അതിനു മുൻപ് വന്ന ചില പരീക്ഷകളിലെ ചോദ്യങ്ങൾ കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഓരോ ചോദ്യവും വായിച്ചതിനുശേഷം വേണമെങ്കിൽ വീഡിയോ തൽക്കാലം പോസ് ചെയ്ത് നിർത്തിവെക്കാവുന്നതാണ്. അതിനുശേഷം തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം ആലോചിച്ചു കണ്ടെത്തുക. പിന്നീട് വീഡിയോ വീണ്ടും പ്ലേ ചെയ്യുക. നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുക. അധ്യായം 1. ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക്. ചുവടെ നൽകിയ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ചിത്രം എയിലെ വൃത്തങ്ങളെ ചിത്രം ബിയിലേതുപോലെ മാറ്റാൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ പാത്ത് മെനുവിലുള്ള ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്? എ പാത്ത് യൂണിയൻ, ബി പാത്ത് ഡിഫറൻസ്, സി പാത്ത് ഇന്റർസെക്ഷൻ, ഡി പാത്ത് ഡിവിഷൻ. ആൻസർ ബി പാത്ത് ഡിഫറൻസ്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഈ ചിത്രം സൃഷ്ടിക്കാൻ ഏത് ടൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? എ ബെസിയർ ടൂൾ, ബി ഷേപ്പ് ടൂൾ, സി പോളിഗൺ ടൂൾ, ഡി സർക്കിൾ ടൂൾ. ആൻസർ ഡി സർക്കിൾ ടൂൾ. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ടൂൾ ബോക്സിലെ ഒരു ടൂളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ത്? എ പാത്തിനോട് എഡിറ്റ് ചെയ്യുവാനും മാറ്റങ്ങൾ വരുത്തുവാനും, ബി വൃത്തങ്ങൾ വരയ്ക്കാൻ, സി വരകൾ വരയ്ക്കാൻ, ഡി ബഹുഭുജങ്ങൾ വരയ്ക്കാൻ. ആൻസർ എ പാത്തിനോട് എഡിറ്റ് ചെയ്യുവാനും മാറ്റങ്ങൾ വരുത്തുവാനും. ഇങ്ക്സ്കേപ്പിൽ ബിറ്റ് മാപ്പ് ഇമേജുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനക്രമം ചുവടെ നൽകിയവയിൽ ഏത്? എ ഇൻസർട്ട് ബിറ്റ് മാപ്പ്, ബി ഓബ്ജക്റ്റ് ഇമ്പോർട്ട്, സി ഫയൽ ഇമ്പോർട്ട്, ഡി പാത്ത് ബിറ്റ് മാപ്പ്. ആൻസർ സി ഫയൽ ഇമ്പോർട്ട്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഓബ്ജക്റ്റുകളുടെ പാത്തിൽ വ്യത്യാസം വരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? എ ക്രിയേറ്റ് സ്പൈറൽസ്, ബി ഡ്രോ ഫ്രീ ഹാൻഡ് ലൈൻസ്, സി എഡിറ്റ് പാത്ത് ബൈ നോഡ്സ്, ഡി ഡ്രോ ബെസിയർ കർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ്. ആൻസർ സി എഡിറ്റ് പാത്ത് ബൈ നോഡ്സ്. ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുന്ന ചിത്രങ്ങൾ SVG ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. SVG എന്ന ചുരുക്കെഴുത്തിൻ്റെ പൂർണ്ണരൂപം എന്താണ്? എ സ്റ്റാറ്റിക് വെക്ടർ ഗ്രാഫിക്സ്, ബി സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ്, സി സ്കെയിലബിൾ വിഷ്വൽ ഗ്രാഫിക്സ്, ഡി സോഷ്യൽ വെക്ടർ ഗ്രാഫിക്സ്. ആൻസർ ബി സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ്. ചുവടെ തന്നിരിക്കുന്നവയിൽ സ്വതന്ത്ര വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? എ ജിംബ്, ബി കോറൽ ഡ്രോ, സി അഡോബ് ഇല്ലസ്ട്രേറ്റർ, ഡി ഇങ്ക്സ്കേപ്പ്. ആൻസർ ഡി ഇങ്ക്സ്കേപ്പ്. ഇങ്ക്സ്കേപ്പിലെ ഗ്രൂപ്പ് ഓപ്ഷൻ ഏതു മെനുവിലാണ്? എ ഫയൽ, ബി എഡിറ്റ്, സി ഓബ്ജക്റ്റ്, ഡി പാത്ത്. ആൻസർ സി ഓബ്ജക്റ്റ്. ചുവടെ പറയുന്നവയിൽ ചിത്ര ഫോമാറ്റ് അല്ലാത്തവ? എ PNG, ബി JPG, സി SVG, ഡി MPEG. ആൻസർ ഡി MPEG. ചുവടെ പറയുന്നവയിൽ ഇങ്ക്സ്കേപ്പിൻ്റെ തനത് ഫോമാറ്റ് ഏത്? ഓർ ഇങ്ക്സ്കേപ്പിൽ വരച്ച ഒരു ചിത്രം സേവ് ചെയ്യപ്പെടുന്നത് ഏത് ഫോമാറ്റിലാണ്? എ PNG, ബി JPG, സി SVG, ഡി GIF. ആൻസർ സി SVG. ഇങ്ക്സ്കേപ്പിൽ ഒരു ചിത്രം തയ്യാറാക്കുകയാണ് വിപിൻ. ചിത്രത്തിൽ ഒരു ഓബ്ജക്റ്റിന് നൽകിയിരിക്കുന്ന നിറത്തിൻ്റെ കടുപ്പത്തിൽ വ്യത്യാസം വരുത്തണം. ഇതിനുപയോഗിക്കുന്ന സങ്കേതം ഏത്? എ ഫ്ലാറ്റ് കളർ, ബി ഒപ്പാസിറ്റി, സി പാത്ത്, ഡി ഓഫ്സെറ്റ്. ആൻസർ ബി ഒപ്പാസിറ്റി. അരുൺ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഒരു ക്യാൻവാസിൽ 2 ഓബ്ജക്റ്റുകൾ വരച്ചിരിക്കുന്നു. ഇതിൽ മുകളിലുള്ള ഓബ്ജക്റ്റിനെ താഴെയായി ക്രമീകരിക്കണം. അതിനായി മുകളിലുള്ള ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ചുവടെ നൽകിയവയിൽ ഏതു സങ്കേതമാണ് ഉപയോഗിക്കേണ്ടത്? എ ലോവർ, ബി ഡൗൺ, സി റൈസ്, ഡി അപ്പ്. ആൻസർ എ ലോവർ.
ചുവടെ നൽകിയവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എ. SVG ചിത്രത്തെ വിവിധ ഇമേജ് സൈസുകളിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് പ്രദർശിപ്പിക്കുക. ബി. ഇങ്ക്സ്കേപ്പിൽ വെക്ടർ ചിത്രങ്ങൾ തയ്യാറാക്കാനാകും. സി. വലിപ്പം കൂടിയ ക്യാൻവാസിലേക്ക് മാറും തോറും SVG ചിത്രത്തിൻ്റെ വ്യക്തത കുറയുന്നു. ഡി. ഇങ്ക്സ്കേപ്പിൽ വരയ്ക്കുന്ന ചിത്രങ്ങളെ PNG ആയി എക്സ്പോർട്ട് ചെയ്യാം. തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. അതുകൊണ്ട് ശരി ഉത്തരം സി. വലിപ്പം കൂടിയ ക്യാൻവാസിലേക്ക് മാറും തോറും SVG ചിത്രത്തിൻ്റെ വ്യക്തത കുറയുന്നു. ചുവടെ തന്നിരിക്കുന്നവയിൽ റാസ്റ്റർ ഇമേജ് ഫയൽ ഫോമാറ്റ് ഏത്? എ. SIFZ, ബി. GGB, സി. SVG, ഡി. PNG. ആൻസർ ഡി. PNG. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ വരച്ച ചിത്രത്തെ ക്യാൻവാസ് സൈസിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് എക്സ്പോർട്ട് ജാലകത്തിൽ സെലക്ട് ചെയ്യേണ്ട അനുയോജ്യമായ ഓപ്ഷൻ ഏത്? എ. പേജ്, ബി. ഡ്രോയിങ്, സി. സെലക്ഷൻ, ഡി. കസ്റ്റം. ആൻസർ എ. പേജ്. വിപിൻ തൻ്റെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ പോസ്റ്ററിലേക്ക് ഒരു ചിത്രം ഉൾപ്പെടുത്തി. ചിത്രത്തെ വലുതാക്കിയപ്പോൾ വ്യക്തത കുറയാത്തത് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതു ചിത്രത്തിനായിരിക്കും? എ. image.jpg, ബി. image.svg, സി. image.png, ഡി. image.bmp. ആൻസർ ബി. image.svg. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ കളർ പാലറ്റ് ഉപയോഗിച്ച് സ്ട്രോക്കിന് നിറം നൽകാനായി മൗസ് ക്ലിക്കിനോടൊപ്പം ഉപയോഗിക്കുന്ന കീ ഏത്? എ. ഷിഫ്റ്റ്, ബി. സ്പേസ്, സി. ടാബ്, ഡി. F1. ആൻസർ എ. ഷിഫ്റ്റ്. ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കിയ ഒരു പൂവിൻ്റെ ചിത്രം എക്സ്പോർട്ട് ചെയ്തപ്പോൾ ലഭിച്ച ചിത്ര ഫയൽ താഴെ പറയുന്നവയിൽ ഏതായിരിക്കും? എ. flower.png, ബി. flower.jpg, സി. flower.svg, ഡി. flower.gif. ആൻസർ എ. flower.png. ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കിയ ചിത്രത്തിൽ ലോഗോ കമാനാകൃതിയിൽ ഉൾപ്പെടുത്തുന്നതിന് ടെക്സ്റ്റും അർദ്ധവൃത്താകൃതിയിലുള്ള ഓബ്ജക്റ്റും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യേണ്ടത് ഏതിൽ? എ. ടെക്സ്റ്റ് മെനുവിലെ ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട്, ബി. ടെക്സ്റ്റ് മെനുവിലെ പുട്ട് ഓൺ പാത്ത്, സി. ടെക്സ്റ്റ് മെനുവിലെ റിമൂവ് ഫ്രം പാത്ത്, ഡി. ടെക്സ്റ്റ് മെനുവിലെ കൺവെർട്ട് ടു ടെക്സ്റ്റ്. ആൻസർ ബി. ടെക്സ്റ്റ് മെനുവിലെ പുട്ട് ഓൺ പാത്ത്. ഇങ്ക്സ്കേപ്പിൽ വരച്ച രണ്ട് ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിൽ ആദ്യ ചിത്രത്തിന് മാറ്റം വരുത്തി രണ്ടാമത്തേതുപോലെ ആക്കണം. ചുവടെ നൽകിയതിൽ ഏതു സങ്കേതമാണ് ഇതിന് അനുയോജ്യം? എ. ഒബ്ജക്റ്റ് ഗ്രൂപ്പ്, ബി. ഫിൽ ആൻഡ് സ്ട്രോക്ക്, ബ്ലർ, സി. പാത്ത് ഡിഫറൻസ്, ഡി. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. ആൻസർ ബി. ഫിൽ ആൻഡ് സ്ട്രോക്ക്, ബ്ലർ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ സ്വതന്ത്ര വെക്ടർ ഇമേജ് സോഫ്റ്റ്വെയർ ഏത്? എ. ലിബ്രിയോഫീസ് ഡ്രോ, ബി. അഡോബ് ഇല്ലസ്ട്രേറ്റർ, സി. കോറൽ ഡ്രോ, ഡി. ജിംപ്. ആൻസർ എ. ലിബ്രിയോഫീസ് ഡ്രോ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കണ്ടെത്തുക. എ. ജിംപ്, ബി. ടക്സ് പെയിൻറ്റ്, സി. എക്സ് പെയിൻറ്റ്, ഡി. ഇങ്ക്സ്കേപ്പ്. ആൻസർ ഡി. ഇങ്ക്സ്കേപ്പ്. ഇങ്ക്സ്കേപ്പിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏത്? എ. ഇത് ഒരു റാസ്റ്റർ ഗ്രാഫിക് എഡിറ്ററാണ്, ബി. ഇത് ഒരു വെക്ടർ ഗ്രാഫിക് എഡിറ്ററാണ്, സി. JPG ചിത്രങ്ങളെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനാവില്ല, ഡി. SVG ചിത്രങ്ങളെ മാത്രമേ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആൻസർ ബി. ഇത് ഒരു വെക്ടർ ഗ്രാഫിക് എഡിറ്ററാണ്. ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കിയ ഒരു വൃത്തത്തെ നിഴലും വെളിച്ചവും കാണിക്കുന്ന രീതിയിൽ നിറം നൽകി ഒരു ഗോളമാണെന്ന പ്രതീതി ജനിപ്പിക്കാൻ സഹായിക്കുന്ന സങ്കേതം ഏത്? എ. ബ്ലർ, ബി. ഫില്ല്, സി. ഓപ്പാസിറ്റി, ഡി. ഗ്രേഡിയൻറ്റ്. ആൻസർ ഡി. ഗ്രേഡിയൻറ്റ്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലെ സ്ട്രോക്ക് പെയിൻറ്റ് ഉപയോഗിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനമാണ് ചെയ്യാൻ സാധിക്കുക? എ. ഓബ്ജക്റ്റിന് നിറം നൽകാം, ബി. ഓബ്ജക്റ്റിൻ്റെ നിറം ഒഴിവാക്കാം, സി. ഓബ്ജക്റ്റിൻ്റെ പരിധിക്ക് നിറം നൽകാം, ഡി. ഓബ്ജക്റ്റിൻ്റെ സ്റ്റൈൽ മാറ്റാം. ആൻസർ സി. ഓബ്ജക്റ്റിൻ്റെ പരിധിക്ക് നിറം നൽകാം. ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കിയ ഒരു ഓബ്ജക്റ്റിൻ്റെ വലിപ്പം ആനുപാതികമായി, അതായത് നീളവും വീതിയും ഒരേ അനുപാതത്തിൽ മാറ്റാൻ മൗസ് ഡ്രാഗിനോടൊപ്പം ഉപയോഗിക്കേണ്ട കീകൾ ഏതെല്ലാം? എ. ഷിഫ്റ്റ് സ്പേസ്, ബി. സ്പേസ് കൺട്രോൾ, സി. ടാബ് കൺട്രോൾ, ഡി. കൺട്രോൾ ഷിഫ്റ്റ്. ആൻസർ ഡി. കൺട്രോൾ ഷിഫ്റ്റ്. ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കിയ ഒരു ചിത്രത്തിന് നിഴലും വെളിച്ചവും കാണിക്കുന്ന രീതിയിൽ നിറം നൽകണം. ഇതിന് ഏറ്റവും അനുയോജ്യമായ ടൂൾ ഏതാണ്?
എ ക്രിയേറ്റ് സ്പൈറൽസ്, ബി ഗ്രേഡിയൻറ്റ്, സി എഡിറ്റ് പാത്ത് ബൈ നോഡ്സ്, ഡി ഫിൽ. ആൻസർ ബി ഗ്രേഡിയൻറ്റ്. ഇങ്ക്സ്കേപ്പിലെ കളർ പാലറ്റിൻ്റെ ഇടത്തെ അറ്റത്തായി കാണുന്ന ഇൻഡു അടയാളം എന്താവശ്യത്തിനായി ഉപയോഗിക്കുന്നു? എ ചിത്രത്തിന് വലിപ്പം കൂട്ടാൻ, ബി ചിത്രത്തിന് ഗ്രേഡിയൻറ്റ് നൽകാൻ, സി ചിത്രത്തിൻ്റെ നിറം ഒഴിവാക്കാൻ, ഡി ചിത്രത്തിനെ ഒഴിവാക്കാൻ. ആൻസർ സി ചിത്രത്തിൻ്റെ നിറം ഒഴിവാക്കാൻ. പാർട്ട് 2 വെക്റ്റർ ചിത്രങ്ങളെക്കുറിച്ചുള്ള ചില പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ തെറ്റായ 2 പ്രസ്താവനകൾ ഏവ? എ വെക്റ്റർ ചിത്രങ്ങൾ വലുതാക്കുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുന്നു, ബി വെക്റ്റർ ചിത്രങ്ങൾ വലുതാക്കുമ്പോൾ വ്യക്തത നിലനിർത്തുന്നു, സി വെക്റ്റർ ചിത്രങ്ങൾ പിക്സലുകളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെടുന്നു, ഡി വെക്റ്റർ ചിത്രങ്ങൾ ആരംഭ ബിന്ദുവും അന്ത്യബിന്ദുവും നിർവചിക്കുന്ന പാതയെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെടുന്നു, ഈ വെക്റ്റർ ചിത്രങ്ങൾ ബിറ്റ്മാപ്പ് ചിത്രങ്ങൾ അല്ല. ആൻസർ എ ആൻഡ് സി. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ലഭ്യമായ 2 സൗകര്യങ്ങൾ ചുവടെ നൽകിയവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. എ ഓബ്ജക്റ്റുകളുടെ നിറം ഒഴിവാക്കാൻ സാധിക്കും, ബി ഓബ്ജക്റ്റുകളുടെ പകർപ്പെടുക്കാൻ സാധിക്കും, സി ഓബ്ജക്റ്റുകളെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും, ഡി ഓബ്ജക്റ്റുകളുടെ ഒപ്പാസിറ്റി വ്യത്യാസം വരുത്താൻ സാധിക്കും, ഈ ഓബ്ജക്റ്റുകളെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ആൻസർ എ ആൻഡ് ഡി. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ലഭ്യമായ 2 സങ്കേതങ്ങൾ: എ ഒപ്പാസിറ്റി, ബി യൂണിയൻ, സി ബ്ലർ, ഡി ഡിഫറൻസ്, ഇ പുട്ട് ഓൺ പാത്ത്. ആൻസർ എ ആൻഡ് സി. ഒരു ഗോളത്തിൻ്റെ ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വരയ്ക്കുകയാണ് അനന്യ. ഈ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്താവുന്ന 2 ടൂളുകൾ ചുവടെ നൽകിയവയിൽ ഏതെല്ലാം? എ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഓബ്ജക്ട്സ്, ബി കാലിഗ്രാഫിക് ബ്രഷ്, സി ലീനിയർ ഗ്രേഡിയൻറ്റ്, ഡി ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സ് ആൻഡ് ആർക്സ്, ഇ റേഡിയൽ ഗ്രേഡിയൻറ്റ്സ്. ആൻസർ ഡി ആൻഡ് ഇ. ഇങ്ക്സ്കേപ്പിൽ ഒരു വൃത്തത്തെ അർദ്ധവൃത്തം ആക്കുന്നതിന് നൽകേണ്ട ആരംഭ അവസാന വിലകൾ ഏതൊക്കെയാണ്? എ സ്റ്റാർട്ട് 0, എൻഡ് 270, ബി സ്റ്റാർട്ട് 270, എൻഡ് 180, സി സ്റ്റാർട്ട് 180, എൻഡ് 0, ഡി സ്റ്റാർട്ട് 0, എൻഡ് 180, ഇ സ്റ്റാർട്ട് 0, എൻഡ് 90. ആൻസർ സി ആൻഡ് ഡി. വെക്റ്റർ ചിത്രങ്ങളെക്കുറിച്ചുള്ള ചില പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായ 2 പ്രസ്താവനകൾ ഏവ? എ വെക്റ്റർ ചിത്രങ്ങൾ വലുതാക്കുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുന്നു, ബി വെക്റ്റർ ചിത്രങ്ങൾ വലുതാക്കുമ്പോൾ വ്യക്തത നിലനിർത്തുന്നു, സി വെക്റ്റർ ചിത്രങ്ങൾ പിക്സലുകളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെടുന്നു, ഡി വെക്റ്റർ ചിത്രങ്ങൾ ആരംഭ ബിന്ദുവും അന്ത്യബിന്ദുവും നിർവചിക്കുന്ന പാതയെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെടുന്നു, ഈ വെക്റ്റർ ചിത്രങ്ങൾ ബിറ്റ്മാപ്പ് ചിത്രങ്ങളാണ്. ആൻസർ ബി ആൻഡ് ഡി. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഒരു ചായക്കപ്പിൻ്റെ ചിത്രം വരയ്ക്കുവാനായി അരുൺ ആദ്യമായി ഒരു ദീർഘവൃത്തവും അതിന് മുകളിൽ മറ്റൊരു വൃത്തവും വരച്ചു. ഇവയിൽ വൃത്തഭാഗത്തിനെ ഒഴിവാക്കി ദീർഘവൃത്തത്തിനെ ഒരു കപ്പിൻ്റെ രൂപത്തിലാക്കണം. ചുവടെ കൊടുത്തവയിൽ നിന്നും ഇതിന് സഹായകമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തുക. എ ദീർഘവൃത്തം മാത്രം സെലക്ട് ചെയ്യുക, ബി വൃത്തം മാത്രം സെലക്ട് ചെയ്യുക, സി ദീർഘവൃത്തവും വൃത്തവും ഒരുമിച്ച് സെലക്ട് ചെയ്യുക, ഡി പാത്ത് മെനുവിലെ യൂണിയൻ ക്ലിക്ക് ചെയ്യുക, ഈ പാത്ത് മെനുവിലെ ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുക. സി ആൻഡ് ഇ. ആൻസർ സി ആൻഡ് ഇ. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അരുൺ തയ്യാറാക്കിയ ചിത്രത്തിൽ ചൂട് ചായ നിറച്ച കപ്പിൽ നിന്ന് ആവി പറക്കുന്നതായി ചിത്രീകരിക്കണം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാം പ്രവർത്തന ഘട്ടങ്ങളാണ് ഇതിന് അനുയോജ്യം? എ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഓബ്ജക്റ്റ് എന്ന ടൂൾ ഉപയോഗിച്ച് ആവശ്യമായ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക, ബി കാലിഗ്രാഫിക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് കപ്പിന് മുകളിൽ വരകൾ വരയ്ക്കുക, സി ടെക്സ്റ്റ് മെനുവിലെ പുട്ട് ഓൺ പാത്ത് ക്ലിക്ക് ചെയ്യുക, ഡി ടെക്സ്റ്റിന് അനുയോജ്യമായ നിറം നൽകുക, ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലെ ബ്ലർ സൗകര്യം ഉപയോഗിച്ച് വരകൾ ലയിപ്പിക്കുക. ആൻസർ ബി ആൻഡ് ഇ. PNG ഫോമാറ്റിലുള്ള ഒരു ചിത്രം ജിംബ് സോഫ്റ്റ്വെയറിൽ തുറക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ശരിയായ 2 പ്രസ്താവനകൾ ചുവടെ നൽകിയവയിൽ നിന്നും കണ്ടെത്തുക. എ ചിത്രത്തിൻ്റെ യഥാർത്ഥ ഇമേജ് സൈസിൽ നിന്ന് വളരെ കൂടിയ ഇമേജ് സൈസിലായിരിക്കും ചിത്രം തുറന്നു വരുന്നത്. ബി വലിപ്പം കൂടിയ ക്യാൻവാസിലേക്ക് മാറുംതോറും ചിത്രത്തിൻ്റെ വ്യക്തത വർദ്ധിക്കുന്നു. സി ചിത്രത്തിൻ്റെ യഥാർത്ഥ ഇമേജ് സൈസിൽ തന്നെയായിരിക്കും ചിത്രം തുറന്നു വരുന്നത്. ഡി വലിപ്പം കൂടിയ ക്യാൻവാസിലേക്ക് മാറുംതോറും ചിത്രത്തിൻ്റെ വ്യക്തത നഷ്ടപ്പെടുന്നു.
ഈ ചിത്രത്തിൻ്റെ യഥാർത്ഥ നിറം നഷ്ടപ്പെടുന്നു. ആൻസർ സി ആൻഡ് ഡി. അധ്യായം 2 പ്രസിദ്ധീകരണത്തിലേക്ക് പാർട്ട് 1. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ മലയാളത്തിലുള്ള എല്ലാ ശീർഷകങ്ങൾക്കും രചന ഫോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശീർഷകങ്ങൾക്ക് നൽകിയ സ്റ്റൈൽ എഡിറ്റ് ചെയ്ത് മലയാളം ഫോണ്ട് ചിലങ്ക ആക്കി മാറ്റണമെങ്കിൽ ഏതിലാണ് മാറ്റം വരുത്തേണ്ടത്? എ. ക്ലോൺ ഫോമാറ്റിംഗ്, ബി. പേജ് ഫോമാറ്റിംഗ്, സി. CLT ഫോണ്ട്, ഡി. വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്. ആൻസർ CLT ഫോണ്ട്. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ സ്കൂൾ റിപ്പോർട്ടിലെ ഉള്ളടക്ക പട്ടികയുടെ പേജിൽ നിന്ന് അക്കാദമിക പ്രവർത്തനങ്ങൾ എന്ന ശീർഷകം ഉൾപ്പെടുന്ന പേജിലേക്ക് പോകണം. ഇതിനായി ഈ ശീർഷകത്തിൽ ഏത് കീ അമർത്തിപ്പിടിച്ചാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? എ. ഷിഫ്റ്റ്, ബി. ടാബ്, സി. ഓൾട്ട്, ഡി. കൺട്രോൾ. ആൻസർ കൺട്രോൾ. ഒരു ഡോക്യുമെൻറ്റിൽ ചില പദങ്ങളെ ശീർഷകങ്ങളായി നിർവചിക്കാൻ വേഡ് പ്രോസസ്സറിലുള്ള തനത് സങ്കേതം ഏത്? എ. അപ്ലൈ സ്റ്റൈൽ, ബി. പാരഗ്രാഫ് ഫോമാറ്റിംഗ്, സി. അപ്ലൈ ഫിൽറ്റർ, ഡി. പേജ് ഫോമാറ്റിംഗ്. ആൻസർ അപ്ലൈ സ്റ്റൈൽ. ലിബർ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വലിയ ഡോക്യുമെൻറ്റുകളിൽ സ്റ്റൈൽ സങ്കേതം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് ചില പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നു. ഇവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എ. ഡാറ്റാബേസിലെ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ പ്രയോജനപ്പെടുന്നു. വലിയ ഡോക്യുമെൻറ്റുകളിൽ മാറ്റങ്ങൾ വരുത്താൻ എളുപ്പമാണ്. സി. സ്റ്റൈലിൽ മാറ്റം വരുത്തുമ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ളിടത്തെല്ലാം മാറ്റം വരുന്നു. ഡി. ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാൻ പ്രയോജനപ്പെടുന്നു. ആൻസർ എ. ഡാറ്റാബേസിലെ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ പ്രയോജനപ്പെടുന്നു. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ടിന് ഉള്ളടക്ക പട്ടിക ചേർത്തപ്പോൾ റിപ്പോർട്ടിലെ ഒരു ശീർഷകം മാത്രം ഉൾപ്പെട്ടില്ല. എന്തായിരിക്കാം അതിന് കാരണം? എ. ആ ശീർഷകത്തിന് മാത്രം അനുയോജ്യമായ സ്റ്റൈൽ നൽകിയിരുന്നില്ല. ബി. ആ ശീർഷകം ക്ലോൺ ഫോമാറ്റിംഗ് ഉപയോഗിച്ച് മാറ്റം വരുത്തിയിരുന്നില്ല. സി. ഉള്ളടക്ക പട്ടികയ്ക്ക് പശ്ചാത്തല നിറം നൽകിയിരുന്നില്ല. ഡി. ആ പേജിന് പേജ് നമ്പർ നൽകിയിരുന്നില്ല. ആൻസർ എ. ആ ശീർഷകത്തിന് മാത്രം അനുയോജ്യമായ സ്റ്റൈൽ നൽകിയിരുന്നില്ല. സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ലിബർ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില പ്രവർത്തനങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇവയിൽ മെയിൽ മെർജ് സങ്കേതം ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത പ്രവർത്തനമേത്? എ. രക്ഷകർത്താക്കൾക്കുള്ള കത്ത് തയ്യാറാക്കൽ, ബി. പങ്കാളിത്ത കാർഡ് തയ്യാറാക്കൽ, സി. കലോത്സവത്തിനൊരു പോസ്റ്റർ തയ്യാറാക്കൽ, ഡി. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കൽ. ആൻസർ സി. കലോത്സവത്തിന് ഒരു പോസ്റ്റർ തയ്യാറാക്കൽ. PTA ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നതിനായി എല്ലാ രക്ഷിതാക്കൾക്കും കത്തുകൾ നൽകണം. ഇതിനായി ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ കത്തിലേക്ക് പേരും വിലാസവും ഉള്ള ഒരു ഡാറ്റാബേസിലെ വിവരങ്ങൾ ഒന്നൊന്നായി ഉൾപ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്ന സങ്കേതം ഏത്? എ. ക്ലോൺ ഫോമാറ്റിംഗ്, ബി. മെയിൽ മെർജ്, സി. സ്റ്റൈൽസ്, ഡി. ടേബിൾ ഓഫ് കോണ്ടൻറ്റ്സ് ആൻഡ് ഇൻഡെക്സ്. ആൻസർ മെയിൽ മെർജ്. ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളടക്ക പട്ടികയുടെ തലക്കെട്ട് ഭംഗിയാക്കാൻ 2 കുട്ടികൾ നിർദ്ദേശിച്ച രീതികൾ താഴെ കൊടുക്കുന്നു. ഇവയിൽ ഏത് രീതിയാണ് ശരിയായത്? അരുൺ, ഉള്ളടക്ക പട്ടികയിലെ തലക്കെട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റൈൽസ് ആൻഡ് ഫോമാറ്റിംഗ് ജാലകത്തിൽ നിന്നും തലക്കെട്ടിൻ്റെ സ്റ്റൈൽ കണ്ടെത്തി അത് മോഡിഫൈ ചെയ്യുക. വിമൽ, ഉള്ളടക്ക പട്ടികയിലെ തലക്കെട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം അപ്ഡേറ്റ് ഇൻഡെക്സ് ആൻഡ് ടേബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് തലക്കെട്ട് ആവശ്യമായ രീതിയിൽ ഭംഗിയാക്കുക. എ. 2 പേർ നിർദ്ദേശിച്ചതും ശരിയാണ്. ബി. അരുൺ നിർദ്ദേശിച്ചത് ശരിയാണ്, വിമൽ നിർദ്ദേശിച്ചത് തെറ്റാണ്. സി. അരുൺ നിർദ്ദേശിച്ചത് തെറ്റാണ്, വിമൽ നിർദ്ദേശിച്ചത് ശരിയാണ്. ഡി. 2 പേർ നിർദ്ദേശിച്ചതും തെറ്റാണ്. ഉത്തരം ബി. ഒരു ശീർഷകത്തിന് വേണ്ട പ്രത്യേകതകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള സ്റ്റൈൽ ചുവടെ കൊടുത്തിട്ടുള്ളവയിലേതാണ്? എ. ഹെഡിംഗ് 1, ബി. സ്റ്റൈൽ 1, സി. ലിസ്റ്റ്, ഡി. ഇൻഡെക്സ് 1. ഹെഡിംഗ് 1. വേഡ് പ്രോസസ്സർ ഡോക്യുമെൻറ്റിൽ ഉള്ളടക്ക പട്ടികയിലെ ഓരോ ശീർഷകത്തിൽ നിന്നും അവയുമായി ബന്ധപ്പെട്ട പേജുകളിലേക്ക് പോകാൻ എന്താണ് ചെയ്യേണ്ടത്? എ. കൺട്രോൾ കീ അമർത്തിപ്പിടിച്ചുകൊണ്ട് ശീർഷകം ക്ലിക്ക് ചെയ്യുക. ബി. ആൾട്ട് കീ അമർത്തിപ്പിടിച്ചുകൊണ്ട് ശീർഷകം ക്ലിക്ക് ചെയ്യുക. സി. ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ചുകൊണ്ട് ശീർഷകം ക്ലിക്ക് ചെയ്യുക. ഡി. ടാബ് കീ അമർത്തിപ്പിടിച്ചുകൊണ്ട് ശീർഷകം ക്ലിക്ക് ചെയ്യുക. ആൻസർ എ. കൺട്രോൾ കീ അമർത്തിപ്പിടിച്ചുകൊണ്ട് ശീർഷകം ക്ലിക്ക് ചെയ്യുക. ഒരു ഡോക്യുമെൻറ്റിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണത്തെക്കുറിച്ച് ജാബിറും വിമലും പറഞ്ഞ കാര്യങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവയിൽ ശരിയായത് ഏത്? ജാബിർ,
ഡോക്യുമെൻറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്നു. വിമൽ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള പൊതുവായ ധാരണ എളുപ്പത്തിൽ ലഭിക്കുന്നു. എ രണ്ടുപേർ പറഞ്ഞതും ശരിയാണ്. ബി ജാബിർ പറഞ്ഞത് ശരിയാണ്, വിമൽ പറഞ്ഞത് തെറ്റാണ്. സി ജാബിർ പറഞ്ഞത് തെറ്റാണ്, വിമൽ പറഞ്ഞത് ശരിയാണ്. ഡി രണ്ടുപേർ പറഞ്ഞതും തെറ്റാണ്. ഉത്തരം എ രണ്ടുപേർ പറഞ്ഞതും ശരിയാണ്. പാർട്ട് 2. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻറ്റിൽ ഉള്ളടക്ക പട്ടികയിൽ മൗസ് പോയിൻ്റർ എത്തിച്ചാൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് സന്ദേശമാണ് ദൃശ്യമാവുക? എ ഷിഫ്റ്റ് ക്ലിക്ക് ടു ഫോളോ ലിങ്ക്. ബി കൺട്രോൾ ക്ലിക്ക് ടു ഫോളോ ലിങ്ക്. സി ഓൾട്ട് ക്ലിക്ക് ടു ഫോളോ ലിങ്ക്. ഡി എസ്കേപ്പ് ക്ലിക്ക് ടു ഫോളോ ലിങ്ക്. ആൻസർ ക്ലിക്ക് ടു ഫോളോ ലിങ്ക്. വേഡ് പ്രോസസ്സർ ഡോക്യുമെൻറ്റിൽ ഒരു ടെസ്റ്റിന് നൽകിയിട്ടുള്ള ഫോമാറ്റുകൾ അതേപടി മറ്റൊന്നിലേക്ക് പകർത്താൻ ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് സങ്കേതമാണ് അനുയോജ്യം? എ മെയിൽ മെർജ്. ബി ഫിൽട്ടർ. സി ഇൻഡെക്സ് ഫോമാറ്റിംഗ്. ഡി ക്ലോൺ ഫോമാറ്റിംഗ്. ആൻസർ ഡി ക്ലോൺ ഫോമാറ്റിംഗ്. ദിയ തയ്യാറാക്കിയ ഫയലുകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വേഡ് പ്രോസസ്സറിൽ തയ്യാറാക്കിയ ഫയൽ തിരഞ്ഞെടുക്കുക. എ certificates.ods. ബി certificate.odt. സി certificate.odp. ഡി certificate.odg. ആൻസർ certificate.odt. ലിബർ ഓഫീസ് റൈറ്ററിലെ ഈ ടൂൾ തിരിച്ചറിയുക. എ പ്രിൻ്റ് ടൂൾ. ബി ഡ്രോയിങ് ടൂൾ. സി ക്ലോൺ ഫോമാറ്റിംഗ് ടൂൾ. ഡി ബ്രഷ് ടൂൾ. ക്ലോൺ ഫോമാറ്റിംഗ് ടൂൾ. വലിയ ഡോക്യുമെൻറ്റുകളിൽ സ്റ്റൈലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ച് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത്? എ സ്റ്റൈൽ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മാറ്റങ്ങൾ അതാത് സ്റ്റൈലിൽ വരുത്തിയാൽ മതി. ബി സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതത് സ്റ്റൈലുകൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലായിടത്തും പ്രതിഫലിക്കും. സി വലിയ പുസ്തകങ്ങളോ ഡോക്യുമെൻറ്റുകളോ തയ്യാറാക്കുമ്പോൾ ഇത് ജോലി എളുപ്പമാക്കുന്നു. ഡി ഒരു ഡാറ്റാബേസിലെ വിവരങ്ങൾ ഒന്നൊന്നായി വേഡ് ഫയലിലേക്ക് ഉൾപ്പെടുത്താൻ സ്റ്റൈൽ ഉപയോഗിക്കാം. തെറ്റായ പ്രസ്താവനയാണ്. അതുകൊണ്ട് ഉത്തരം ഡി. ഒരു ഡോക്യുമെൻറ്റിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തിയ ശേഷം അത് PDF ആയി എക്സ്പോർട്ട് ചെയ്തു. ഈ ഫയൽ തുറന്ന് ഉള്ളടക്ക പട്ടികയിൽ നിന്ന് ഒരു പ്രത്യേക ഉള്ളടക്കത്തിലേക്ക് പോകുവാൻ എന്താണ് ചെയ്യേണ്ടത്? എ ഉള്ളടക്ക പട്ടികയുടെ അതത് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ബി ഉള്ളടക്ക പട്ടികയിലെ അതത് ലിങ്കിൽ ഓൾട്ട് കീ അമർത്തിപ്പിടിച്ച ശേഷം ക്ലിക്ക് ചെയ്താൽ മതി. സി ഉള്ളടക്ക പട്ടികയുടെ അതത് ലിങ്കിൽ കൺട്രോൾ കീ അമർത്തിപ്പിടിച്ച ശേഷം ക്ലിക്ക് ചെയ്താൽ മതി. ഡി PDF ഡോക്യുമെൻ്റായി എക്സ്പോർട്ട് ചെയ്താൽ ഉള്ളടക്ക പട്ടിക പ്രവർത്തിക്കാതാകുന്നു. ഉത്തരം എ. ലിബർ ഓഫീസ് റൈറ്ററിൽ ഇൻഡെക്സസ് ആൻഡ് ടേബിൾസ് എന്ന സങ്കേതം ഉപയോഗിച്ച് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ എല്ലാ ശീർഷകങ്ങളും ഉപശീർഷകങ്ങളും പേജ് നമ്പർ അനുസരിച്ച് നിർമ്മിക്കപ്പെടുന്നു. ഏത് പ്രത്യേകത തിരിച്ചറിഞ്ഞാണ് കമ്പ്യൂട്ടർ അവയെ ഉള്ളടക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്? എ ശീർഷകങ്ങളുടെയും ഉപശീർഷകങ്ങളുടെയും നിറം. ബി ശീർഷകങ്ങളുടെയും ഉപശീർഷകങ്ങളുടെയും വലിപ്പം. സി ശീർഷകങ്ങളുടെയും ഉപശീർഷകങ്ങളുടെയും സ്റ്റൈൽ. ഡി ശീർഷകങ്ങളുടെയും ഉപശീർഷകങ്ങളുടെയും ഇൻഡെക്സ്. ഉത്തരം സി. ബീന വേഡ് പ്രോസസ്സർ ഉപയോഗിച്ച് മലയാളത്തിൽ തയ്യാറാക്കിയ തൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടിലെ ശീർഷകങ്ങളുടെ സ്റ്റൈലുകളിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് മാറ്റം വരുത്തേണ്ടത്? എ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്. ബി CTL ഫോണ്ട്. സി ഇന്ത്യൻ ടെക്സ്റ്റ് ഫോണ്ട്. ഡി ഇംഗ്ലീഷ് ട്രൂ ടൈപ്പ് ഫോണ്ട്. ഉത്തരം CTL ഫോണ്ട്. ലിബർ ഓഫീസ് റൈറ്ററിൽ ഉള്ള അപ്ലൈ സ്റ്റൈൽ ബോക്സിലെ ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ ഒരു ഡോക്യുമെൻറ്റിലെ പദങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ സോഫ്റ്റ്വെയർ ചെയ്യുന്ന കാര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? എ ശീർഷകങ്ങളെ പദങ്ങളായി മനസ്സിലാക്കുന്നു. ബി ശീർഷകങ്ങളെ പാരഗ്രാഫുകളായി മനസ്സിലാക്കുന്നു. സി പദങ്ങളെ ശീർഷകങ്ങളായി മനസ്സിലാക്കുന്നു. ഡി പദങ്ങളെ പാരഗ്രാഫുകളായി മനസ്സിലാക്കുന്നു. ഉത്തരം സി. പദങ്ങളെ ശീർഷകങ്ങളായി മനസ്സിലാക്കുന്നു. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻറ്റിലെ ചില പദങ്ങളെ ശീർഷകങ്ങളായി നിർവചിക്കാനും ഉചിതമായ ഫോമാറ്റുകൾ നൽകാനുമുള്ള സങ്കേതം ഏത്? എ ഇൻഡെക്സസ് ആൻഡ് ടേബിൾസ്. ബി മെയിൽ മെർജ്. സി ക്ലോൺ ഫോമാറ്റിംഗ്. ഡി അപ്ലൈ സ്റ്റൈൽ. ആൻസർ അപ്ലൈ സ്റ്റൈൽ. സ്കൂളിലെ കലോത്സവ വിജയികളുടെ പട്ടിക ഒരു ഡാറ്റാബേസിലുണ്ട്. ഇതുപയോഗിച്ച് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വേഡ് പ്രോസസ്സറിൽ തയ്യാറാക്കണം.
നൽകിയിരിക്കുന്നതിൽ ഏത് സങ്കേതമാണ് ഇതിന് അനുയോജ്യം? എ മെയിൽ മെർജ്, ബി അപ്ലൈ സ്റ്റൈൽ, സി ഇൻഡെക്സസ് ആൻഡ് ടേബിൾസ്, ഡി സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ്. ഉത്തരം മെയിൽ മെർജ്. പാർട്ട് 2. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി രക്ഷിതാക്കൾക്ക് കത്ത് നൽകണം. ലിബർ ഓഫീസ് റൈറ്ററിൽ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ചാണ് കത്ത് തയ്യാറാക്കുന്നത്. താഴെ കൊടുക്കുന്നവയിൽ ഏതെല്ലാം ഫയലുകളാണ് ഇതിനാവശ്യമായി വരുന്നത്? എ കത്തിൻ്റെ മാതൃക അടങ്ങിയ ലെറ്റർ ഡോട്ട് PDF എന്ന ഫയൽ, ബി കത്തിൻ്റെ മാതൃക അടങ്ങിയ ലെറ്റർ ഡോട്ട് PNG എന്ന ഫയൽ, കത്തിൻ്റെ മാതൃക അടങ്ങിയ ലെറ്റർ ഡോട്ട് ODT എന്ന ഫയൽ, ഡി രക്ഷിതാക്കളുടെ വിലാസം അടങ്ങിയ അഡ്രസ് ഡോട്ട് ODS എന്ന ഫയൽ, ഈ രക്ഷിതാക്കളുടെ വിലാസം അടങ്ങിയ അഡ്രസ് ഡോട്ട് JPG എന്ന ഫയൽ. ആൻസർ സി ആൻഡ് ഡി. ലിബർ ഓഫീസ് റൈറ്ററിൽ ഉള്ള ചില സങ്കേതങ്ങളും അവയുടെ ഉപയോഗവും ആണ് നൽകിയിട്ടുള്ളത്. അവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. എ ക്ലോൺ ഫോർമാറ്റിംഗ്, പദങ്ങൾക്കും വാക്യങ്ങൾക്കും സ്റ്റൈൽ നൽകാൻ. ഫ്രെയിം, പദത്തിനോ വാക്യത്തിനോ നൽകിയ ഫോർമാറ്റുകൾ ഒഴിവാക്കുന്നതിന്. സി ടേബിൾ ഓഫ് കോണ്ടൻസ് ആൻഡ് ഇൻഡെക്സ്, വരികളും നിരകളും ഉള്ള പട്ടികകൾ ചേർക്കുന്നതിന്. ഡി സ്റ്റൈൽസ്, ഡോക്യുമെൻറ്റിലെ ഭാഗങ്ങളെ നിർവചിച്ച് ഒരേ ഫോർമാറ്റ് നൽകുവാൻ. ഈ മെയിൽ മെർജ്, ഒരു ഡാറ്റാബേസിലെ വിവരങ്ങൾ ഡോക്യുമെൻറ്റിലേക്ക് ഉൾപ്പെടുത്താൻ. ആൻസർ ഡി ആൻഡ് ഇ. വേഡ് പ്രോസസ്സർ ഡോക്യുമെൻറ്റിലെ ഒരു വാചകം സെലക്ട് ചെയ്ത് അപ്ലൈ സ്റ്റൈൽ സങ്കേതം ഉപയോഗിച്ച് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകി. ഇതുമൂലം ഡോക്യുമെൻറ്റിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെ? എ ഡോക്യുമെൻറ്റിലെ എല്ലാ വാചകങ്ങളും ഹെഡിങ് 1 ആയി മാറ്റപ്പെടുന്നു. ബി ഹെഡിങ് 1 സ്റ്റൈൽ പ്രയോഗിച്ച വാചകം ഹെഡറായി മനസ്സിലാക്കുന്നു. ഹെഡിങ് 1 സ്റ്റൈൽ പ്രയോഗിച്ച വാചകം ഹെഡിങ് ആയി മനസ്സിലാക്കുന്നു. ഡി സ്റ്റൈൽ നൽകിയ വാചകത്തിന് ഹെഡിങ് 1-ൽ നിർവചിച്ചിരിക്കുന്ന ഫോർമാറ്റുകൾ ലഭ്യമാകുന്നു. ഈ സ്റ്റൈൽ നൽകിയ വാചകത്തിന് ഹെഡർ ആകാനുള്ള ഫോർമാറ്റുകൾ ലഭ്യമാകുന്നു. ആൻസർ സി ആൻഡ് ഡി. ഒരു വേഡ് പ്രോസസ്സർ ഡോക്യുമെൻറ്റിൽ ശീർഷകത്തിന് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകിയിട്ടുണ്ട്. ഈ സ്റ്റൈൽ മാറ്റം വരുത്തുന്നതിനുള്ള പ്രവർത്തന ഘട്ടങ്ങൾ ചുവടെ കൊടുത്തവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. എ സ്റ്റൈൽ മെനുവിലെ മാനേജ് സ്റ്റൈൽസ് ജാലകം തുറക്കുക. ബി എഡിറ്റ് മെനുവിലെ ട്രാക്ക് ചേഞ്ചസ് എന്ന ജാലകം തുറക്കുക. സി ഹെഡിങ് 1 എന്ന സ്റ്റൈലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ എന്നത് തിരഞ്ഞെടുക്കുക. ഡി ഇൻഡെക്സ് 1 എന്ന സ്റ്റൈലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചേഞ്ച് എന്നത് തിരഞ്ഞെടുക്കുക. ഈ ഹെഡിങ് 1 എന്ന സ്റ്റൈലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓൾട്ടർ എന്നത് തിരഞ്ഞെടുക്കുക. ആൻസർ എ ആൻഡ് സി. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഡോക്യുമെൻറ്റിലെ ഒരു ശീർഷകത്തിന് നൽകിയ ഫോർമാറ്റുകൾ മറ്റു ശീർഷകങ്ങൾക്ക് കൂടി ക്ലോൺ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് നൽകാൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഏതെല്ലാം? എ ഫോർമാറ്റ് ചെയ്ത ശീർഷകം സെലക്ട് ചെയ്യുക. ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ബി ഡോക്യുമെൻറ്റ് മുഴുവൻ സെലക്ട് ചെയ്യുക. ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സി ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റൈൽ സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് ചെയ്യേണ്ട ശീർഷകങ്ങൾ ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഈ ഡോക്യുമെൻറ്റ് മുഴുവൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ആൻസർ എ ആൻഡ് ഡി. വേഡ് പ്രോസസ് ഡോക്യുമെൻറ്റിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനക്രമം താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. എ ശീർഷകങ്ങൾക്ക് ആദ്യം ഹെഡിങ് സ്റ്റൈൽ നൽകുക. ബി ആദ്യത്തെ ശീർഷകം സെലക്ട് ചെയ്ത് മോഡിഫൈ കൊടുക്കുക. സി ഉള്ളടക്ക പട്ടിക എവിടെയാണോ വരേണ്ടത് അവിടെ കർസർ എത്തിക്കുക. ഡി ഇൻസെർട്ട് ഇൻഡെക്സസ് ആൻഡ് ടേബിൾസ് ക്ലിക്ക് ചെയ്യുക. ഈ ഫോർമാറ്റ് ഇൻഡെക്സസ് ആൻഡ് ടേബിൾസ് ക്ലിക്ക് ചെയ്യുക. ആൻസർ ബി ആൻഡ് ഇ. അധ്യായം 3 വെബ് ഡിസൈനിങ് മിഴിവോടെ പാർട്ട് 1. ആരതി തൻ്റെ വെബ് പേജിൽ ഉൾപ്പെടുത്താനായി ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് തയ്യാറാക്കി സേവ് ചെയ്തു. ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതായിരിക്കും? എ .html, ബി .py, സി .svg, ഡി .css. ആൻസർ ഡി .css. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആര്? എ ടിം ബെർണേഴ്സ്-ലീ, ബി ജിമ്മി വെയിൽസ്, സി ലിനസ് ടോർവാൾഡ്സ്, ഡി മാർക്ക് ആൻഡ്രീസൺ. ആൻസർ ടിം ബെർണേഴ്സ്-ലീ. ഒരു HTML ഫയലിലെ ഏത് ടാഗിലാണ് ഇൻറ്റേർണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്തേണ്ടത്? എ പാരഗ്രാഫ് ടാബുകൾക്കുള്ളിൽ, ബി ടൈറ്റിൽ ടാഗുകൾക്കുള്ളിൽ, സി ബോഡി ടാഗുകൾക്കുള്ളിൽ, ഡി സ്റ്റൈൽ ടാഗുകൾക്കുള്ളിൽ. ഡി സ്റ്റൈൽ ടാഗുകൾക്കുള്ളിൽ.
വേൾഡ് വൈഡ് വെബിൻ്റെ തുടക്കം മുതൽ HTML-ന് വിവിധ പതിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഏതു പതിപ്പിലാണ് ഫോണ്ട് നിറം തുടങ്ങിയവ ഉൾപ്പെടുത്തിയത്? എ. HTML 4.01-ൽ, ബി. HTML 3.2-ൽ, സി. HTML 2.3-ൽ, ഡി. HTML 5-ൽ. ആൻസർ HTML 3.2-ൽ. HTML ഉപയോഗിച്ച് വെബ് പേജുകൾ തയ്യാറാക്കുമ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈൽ രീതിയിൽ പേജിന് പശ്ചാത്തല നിറം നൽകുവാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു രീതിയാണ് ഉപയോഗിക്കേണ്ടത്? എ, ബി, സി, ഡി എന്നീ രീതികൾ ശ്രദ്ധിക്കുക. അതിലെ ചിഹ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരം ഡി ആണ്, അവസാനത്തേതാണ്. വെബ് പേജ് നിർമ്മാണത്തിൽ കോഡുകളുടെ ആവർത്തനം ഒഴിവാക്കുന്നതിന് കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന ആശയം നൽകിയത് ആരൊക്കെയാണ്? എ. ഹൊക്കം വിയും ലീയും ബെർട്ട് ബോസും, ബി. സെർജി ബ്രിന്നും ലാരി പേജും, സി. റിച്ചാർഡ് സ്റ്റാൾമാനും ലിനസ് ടോർവാൾഡ്സും, ഡി. സ്റ്റീവ് ജോബ്സും മാർക്ക് സൂക്കർബർഗും. ആൻസർ എ. ഫാത്തിമ ഒരു വെബ് പേജ് നിർമ്മിച്ചപ്പോൾ S2 ടാഗ് ഉപയോഗിച്ച് കുറച്ച് തലക്കെട്ടുകൾ ഉൾപ്പെടുത്തി. ഈ തലക്കെട്ടുകൾക്ക് പശ്ചാത്തല നിറം നൽകുന്നതിനുള്ള ശരിയായ കാസ്കേഡിംഗ് സ്റ്റൈൽ നിർദ്ദേശം ഏത്? ഉത്തരങ്ങൾ പരിശോധിക്കുക. ഇവിടെ ഡബിൾ ബ്രാക്കറ്റിനുള്ളിലാണ് CSS നിർദ്ദേശം നൽകേണ്ടത് എന്ന് ഓർമ്മിക്കേണ്ടതാണ്. ആൻസർ എ. സ്റ്റൈൽ ഷീറ്റുകൾ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏത് പേരിൽ? എ. ടെംപ്ലേറ്റുകൾ, ബി. ഫോണ്ടുകൾ, സി. ലേ ഔട്ടുകൾ, ഡി. മാർക്കപ്പുകൾ. ആൻസർ എ. ടെംപ്ലേറ്റുകൾ. വെബ് പേജ് നിർമ്മാണത്തിൽ കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഉപയോഗിക്കുമ്പോൾ പാരഗ്രാഫുകളുടെ സവിശേഷതകൾ നിർവചിക്കുന്ന ക്ലാസ് സെലക്ടർ താഴെ കൊടുത്തിരിക്കുന്നവയിലേത്? എ. പി ഡബിൾ ബ്രാക്കറ്റിനുള്ളിൽ ഗ്രീൻ, ബി. പി ഡോട്ട് ഗ്രീൻ, സി. പി ലെസ് ദാൻ ഗ്രീൻ ഗ്രേറ്റർ ദാൻ, ഡി. പി ഹൈഫൺ ഗ്രീൻ. ആൻസർ ബി. പി ഡോട്ട് ഗ്രീൻ. കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഉൾപ്പെടുത്തിയിട്ട് പേജുകൾ തയ്യാറാക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സവിശേഷത ഉപയോഗിച്ച് പശ്ചാത്തല നിറം നിർവചിക്കാം? എ. ബാക്ക്ഗ്രൗണ്ട്, ബി. BG-കളർ, സി. ബാക്ക്ഗ്രൗണ്ട് കളർ, ഡി. ബാക്ക്-കളർ. ആൻസർ എ. ബാക്ക്ഗ്രൗണ്ട്. ഒരു വെബ് പേജിന് ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ച് നീല പശ്ചാത്തല നിറം നൽകണമെങ്കിൽ ഉപയോഗിക്കേണ്ട നിർദ്ദേശം ഏതാണ്? ഇവിടെ കാണുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ആൻസർ എ. വെബ് പേജ് നിർമ്മാണത്തിൽ ടാഗിൻ്റെ പേര് തന്നെ കാസ്കേഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? എ. ടൈപ്പ് സെലക്ടർ, ബി. ക്ലാസ് സെലക്ടർ, സി. ഇൻറ്റേർണൽ സെലക്ടർ, ഡി. എക്സ്റ്റേണൽ സെലക്ടർ. ആൻസർ എ. ടൈപ്പ് സെലക്ടർ. കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഉൾപ്പെടുത്തി വെബ് പേജുകൾ തയ്യാറാക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സവിശേഷത ഉപയോഗിച്ചാണ് അക്ഷരവലുപ്പം നിർവചിക്കുന്നത്? എ. ഫോണ്ട് ഹൈഫൺ ഫാമിലി, ബി. ഫോണ്ട് ഹൈഫൺ കളർ, സി. ഫോണ്ട് ഹൈഫൺ സൈസ്, ഡി. ഫോണ്ട് ഹൈഫൺ പ്രോപ്പർട്ടി. ആൻസർ സി. ഫോണ്ട് സൈസ്. ദേവു ഒരു വെബ് പേജിൽ S2 ടാഗിന് തൻ്റെ പേരിൽ ഒരു ക്ലാസ് സെലക്ടർ നിർവചിച്ച് സവിശേഷതകൾ നൽകി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആ ക്ലാസ് സെലക്ടർ? എ. S2 ഡോട്ട് ദേവു, S2 ലെസ് ദാൻ ദേവു ഗ്രേറ്റർ ദാൻ, സി. S2 കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് അതിനുശേഷം ദേവു സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഡി. S2 ഡബിൾ ബ്രാക്കറ്റ് ദേവു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ആൻസർ എ. S2 ഡോട്ട് ദേവു. വെബ് പേജുകളിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിക്കുമ്പോൾ അക്ഷരരൂപങ്ങളെ നിർവചിക്കാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? എ. ഫോണ്ട് ഫാമിലി, ബി. ഫോണ്ട്, സി. ഫോണ്ട് ഫേസ്, ഡി. ഫോണ്ട് പ്രോപ്പർട്ടി. ആൻസർ എ. ഫോണ്ട് ഫാമിലി. ഇവിടെ കാണുന്ന സ്ക്വയർ ബ്രാക്കറ്റ് എന്ന ചിഹ്നം ഉപയോഗിക്കുന്ന സന്ദർഭം താഴെ പറയുന്നവയിൽ ഏതാണ്? എ. വാക്കുകൾ, ചിത്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തുമ്പോൾ, ബി. ശബ്ദം, ചലച്ചിത്രം തുടങ്ങിയവ ഉൾപ്പെടുത്തുമ്പോൾ, സി. കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്തുമ്പോൾ, ഡി. പട്ടികകൾ, ഗ്രാഫുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തുമ്പോൾ.
ആൻസർ സി, കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്തുമ്പോൾ. പാർട്ട് 2, ഇൻ്റർനെറ്റ് രംഗത്തെ സാങ്കേതിക പദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. എ. HTML എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ബി. HTTP എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സി. HTML എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കിംഗ് ലാംഗ്വേജ്. ഡി. HTTP എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് ഹൈപ്പർ ടൈം ടെക്നിക്കൽ പ്രോട്ടോകോൾ. ഇ. DNS എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് ഡൊമൈൻ നാഷണൽ സർവീസ്. ആൻസർ എ ആൻഡ് ബി. കാസ്കേഡിംഗ് സ്റ്റൈലുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. ഇവയിൽ 2 പ്രസ്താവനകൾ തെറ്റാണ്. അവ ഏതൊക്കെയാണ്? എ. സ്റ്റൈൽ ഷീറ്റുകൾ ടെംപ്ലേറ്റുകൾ എന്നും അറിയപ്പെടുന്നു. ബി. വെബ് പേജിലെ ടേബിളുകളുടെ ഉള്ളടക്കമാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ. സി. ഇൻലൈൻ, ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ എന്നീ 3 രീതികളിൽ ഇവ ഉൾപ്പെടുത്താം. ഡി. വെബ് പേജിലെ പാരഗ്രാഫുകളാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ. ഇ. മാർക്കപ്പ് ഭാഷയിലുള്ള പേജ് എങ്ങനെ ദൃശ്യമാക്കണമെന്ന് പ്രതിപാദിക്കുന്നു. ആൻസർ ബി ആൻഡ് ഡി. കാസ്കേഡിംഗ് സ്റ്റൈലുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എ. വെബ് പേജിൻ്റെ ഉള്ളടക്കത്തെ ആകർഷകമാക്കാൻ ഉപയോഗിച്ചിരുന്ന മാർജിനുകൾ, ഫോണ്ടുകൾ, നിറങ്ങൾ തുടങ്ങിയ നിർവചനങ്ങളെ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നു. ബി. ഒരു വെബ് പേജിലെ ടേബിളുകളുടെ ഉള്ളടക്കത്തെ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നു. സി. ഒരു വെബ് പേജിലെ പാരഗ്രാഫുകളെ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നു. ഡി. വേഡ് പ്രോസസ്സറിൽ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ പ്രിൻ്റ് ചെയ്യണം എന്ന് പ്രതിപാദിക്കുകയാണ് കാസ്കേഡിംഗ് സ്റ്റൈലിൻ്റെ ധർമ്മം. ഇ. മാർക്കപ്പ് ഭാഷയിൽ തയ്യാറാക്കുന്ന ഒരു വെബ് പേജ് എങ്ങനെ ദൃശ്യമാക്കണമെന്ന് പ്രതിപാദിക്കുകയാണ് കാസ്കേഡിംഗ് സ്റ്റൈലിൻ്റെ ധർമ്മം. ആൻസർ എ ആൻഡ് ഇ. കാസ്കേഡിംഗ് സ്റ്റൈലിലെ HTML നിർദ്ദേശങ്ങളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായത് ഏതൊക്കെയാണ്? എ, ബി, സി, ഡി, ഇ എന്നീ ഉത്തരങ്ങൾ പരിശോധിക്കുക. അതിൽ കൃത്യമായ ഫോമാറ്റ് ഏതിനാണെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ആൻസർ എ ആൻഡ് ഡി. HTML-ൽ തയ്യാറാക്കിയ ഒരു വെബ് പേജിൽ പാരഗ്രാഫുകളിലെ അക്ഷരങ്ങൾക്ക് നീല നിറം നൽകുന്നതിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം നിർദ്ദേശങ്ങൾ ഉപയോഗിക്കാം? ഇവിടെ നൽകിയിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് കൃത്യമായത് കണ്ടുപിടിക്കണം. ആൻസർ എ ആൻഡ് ഇ. വെബ് പേജ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കാസ്കേഡിംഗ് സ്റ്റൈലുകളുമായി ബന്ധപ്പെട്ട ശരിയായ 2 പ്രസ്താവനകൾ ഏവ? എ. വെബ് പേജുകളുടെ ലേഔട്ടിൻ്റെ സവിശേഷതകൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് നൽകാം. ബി. വെബ് പേജുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള സൂചന കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് നൽകാം. സി. വെബ് പേജുകളിലെ ഉള്ളടക്കത്തിലെ വരികളുടെ എണ്ണത്തെക്കുറിച്ചുള്ള സൂചന കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് നൽകാം. ഡി. HTML ടാഗിൻ്റെ പേര് തന്നെ അതിൻ്റെ സവിശേഷതകൾ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കാം. ഈ കാസ്കേഡിംഗ് സ്റ്റൈലുകളിലൂടെ വെബ് പേജുകളിൽ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുത്താൻ കഴിയും. ആൻസർ എ ആൻഡ് ഡി. കാസ്കേഡിംഗ് സ്റ്റൈലുകളിലെ ക്ലാസ് സെലക്ടറുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എ. ഇതിൽ വെബ് പേജിലെ കോണ്ടന്റ് ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടാഗിൻ്റെ പേര് തന്നെ സവിശേഷതകൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ബി. ഇതിൽ വെബ് പേജിലെ കോണ്ടന്റ് ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടാഗിൻ്റെ പേരിൻ്റെ കൂടെ സൗകര്യപ്രദമായ മറ്റൊരു പേരും കൂടി ചേർത്ത് സവിശേഷതകൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. സി. p.blue ഡബിൾ ബ്രാക്കറ്റ് കളർ, അതിനുശേഷം കളർ കോഡ്, പിന്നെ സെമികോളൻ, അത് കഴിഞ്ഞ് ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എന്നത് ക്ലാസ് സെലക്ടറുകൾക്ക് ഉദാഹരണമാണ്. ഡിയിൽ കാണുന്നതും ഇയിൽ കാണുന്നതും ഇതുപോലെ വായിച്ചു നോക്കുക. ഇനി ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ശരിയുത്തരം ബി ആൻഡ് സി. കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഉൾപ്പെടുത്തി വെബ് പേജുകൾ തയ്യാറാക്കുമ്പോൾ അക്ഷരവലിപ്പവും അക്ഷരനിറവും നിർവചിക്കാൻ ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഓപ്ഷനുകൾ ഓരോന്നായി വായിച്ചു നോക്കുക. കൃത്യമായ ഫോമാറ്റും സ്പെല്ലിങ്ങും പരിശോധിക്കാൻ മറക്കരുത്. ആൻസർ എ ആൻഡ് ഇ. കാസ്കേഡിംഗ് സ്റ്റൈലുകളിലെ ടൈപ്പ് സെലക്ടറുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എ. വെബ് പേജിലെ കോണ്ടന്റ് ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടാഗിൻ്റെ പേര് തന്നെ സവിശേഷതകൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ബി. വെബ് പേജിലെ കോണ്ടന്റ് ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടാഗിൻ്റെ പേരല്ലാതെ മറ്റൊരു പേര് സവിശേഷതകൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. സി. p ഡബിൾ ബ്രാക്കറ്റ്
ബോഡി ഡബിൾ ബ്രാക്കറ്റ് തുടങ്ങിയ ടാഗുകൾ ടൈപ്പ് സെലക്ടറുകളിൽ ഉപയോഗിക്കാം. ഡി ലെസ് ദാൻ ചിഹ്നത്തിന് ശേഷം ബോഡി BG കളർ സമം ബ്ലൂ പിന്നീട് ഗ്രേറ്റർ ദാൻ ചിഹ്നം എന്നത് ടൈപ്പ് സെലക്ടറിന് ഒരു ഉദാഹരണമാണ്. ഈ HTML ടൈറ്റിൽ തുടങ്ങിയ ടാഗുകൾ ടൈപ്പ് സെലക്ടറുകളായി ഉപയോഗിക്കാം. ആൻസർ എ ആൻഡ് സി. ജോസഫ് വെബ് പേജിലെ പാരഗ്രാഫുകൾക്ക് വ്യത്യസ്ത സവിശേഷതകൾ നൽകുവാനായി p.blue, p.red എന്നീ 2 ക്ലാസ് സെലക്ടറുകൾ ഉണ്ടാക്കി. ഈ സവിശേഷതകൾ വെബ് പേജിൽ ഉൾപ്പെടുത്താനുള്ള ശരിയായ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷനുകൾ പരിശോധിക്കുക. ആൻസർ സി ആൻഡ് ഇ. അധ്യായം 4 പൈത്തൺ ഗ്രാഫിക് പാർട്ട് 1. റൈറ്റ് 90 എന്ന പൈത്തൺ ഗ്രാഫിക്സ് നിർദ്ദേശത്തെ എങ്ങനെ ചുരുക്കി എഴുതാൻ കഴിയും? എ LT 90, ബി FD 90, സി .90, ഡി RT 90. ആൻസർ ഡി RT 90. മുകളിൽ നൽകിയിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടായി സമപഞ്ചഭുജം ലഭിക്കണമെങ്കിൽ 4ാമത്തെ വരിയിൽ എന്തു മാറ്റമാണ് വരുത്തേണ്ടത്? എ LT 60, ബി LT 120, സി LT 72, ഡി LT 100. ആൻസർ സി LT 72. പൈത്തൺ ഗ്രാഫിക്സ് നിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് സമചതുരം നിർമ്മിക്കുമ്പോൾ സമചതുരത്തിന് ചുവപ്പ് നിറം ലഭിക്കുവാൻ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് നിർദ്ദേശം നൽകണം? എ കളർ റെഡ്, ബി കളർ റെഡ്, സി കളർ റെഡ്, ഡി കളർ റെഡ്. എല്ലാം കളർ റെഡ് തന്നെയെങ്കിലും ചിഹ്നങ്ങൾ വ്യത്യസ്തമാണ്. ആൻസർ എ. പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ച് പാറ്റേൺ നിർമ്മിക്കുമ്പോൾ ചുവപ്പ് നിറത്തിൽ പാറ്റേൺ വരയ്ക്കാനും കളങ്ങളിൽ മഞ്ഞ നിറയ്ക്കാനും ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നിർദ്ദേശമാണ് നൽകേണ്ടത്? നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കുക, ശരിയുത്തരം കണ്ടെത്തുക. ആൻസർ ഡി. മുകളിൽ നൽകിയിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിൽ ആദ്യത്തെ വരിയിലുള്ള തെറ്റ് കാരണം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇൻവാലിഡ് സിൻടാക്സ് എന്ന സന്ദേശമാണ് വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ നിർദ്ദേശം ഏതാണ്? എ ടൈറ്റിൽ ഇമ്പോർട്ട് കഴിഞ്ഞിട്ട് സ്റ്റാർ അടയാളം, ബി ഫ്രം ടൈറ്റിൽ ഇമ്പോർട്ട് കഴിഞ്ഞിട്ട് സ്റ്റാർ അടയാളം, സി ഫ്രം ടർട്ടിൽ കഴിഞ്ഞിട്ട് സ്റ്റാർ അടയാളം പിന്നീട് ഇമ്പോർട്ട്, ഡി ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ അടയാളം ഇല്ല. ആൻസർ ബി ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് കഴിഞ്ഞിട്ട് സ്റ്റാർ അടയാളം. പൈത്തൺ ഗ്രാഫിക്സ് സ്ക്രീനിലെ വരകളും എഴുത്തുകളും പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന നിർദ്ദേശം ഏത്? എ ക്ലിയർ, ബി കളർ, സി FD, ഡി RT. ആൻസർ എ ക്ലിയർ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റുകൾ. പൈത്തൺ പ്രോഗ്രാമിൽ ടർട്ടിലിനെ വൃത്താകൃതിയിൽ ചലിപ്പിക്കാൻ താഴെ നൽകിയിരിക്കുന്നതിൽ ഏതു നിർദ്ദേശം ഉപയോഗിക്കാം? എ ലെഫ്റ്റ് 100, ബി ഫോർവേഡ് 100, സി റൈറ്റ് 100, ഡി സർക്കിൾ 100. ആൻസർ ഡി സർക്കിൾ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ 100 എന്ന് കൊടുക്കുക. പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ച് പാറ്റേണുകൾ നിർമ്മിക്കുമ്പോൾ വരകളുടെ വീതി വ്യത്യാസപ്പെടുത്തുവാൻ ഏത് നിർദ്ദേശമാണ് നൽകേണ്ടത്? എ സൈസ്, ബി പെൻ സൈസ്, സി വിഡ്ത്ത്, ഡി ഡോട്ട്. ആൻസർ ബി പെൻ സൈസ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് പൈത്തൺ ഗ്രാഫിക്സിൽ ഒരു പ്രോഗ്രാമിൽ ഒന്നാമതായി നൽകേണ്ട നിർദ്ദേശം? എ ക്ലിയർ, ബി ബിഗിൻ ഫില്ല്, സി ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട്, ഡി ഫോർവേഡ്. ആൻസർ സി ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ അടയാളം. പൈത്തൺ ഗ്രാഫിക്സ് സ്ക്രീനിലെ വരകളും എഴുത്തുകളും പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന പൈത്തൺ നിർദ്ദേശം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? എ ക്ലിയർ സ്ക്രീൻ, ബി ക്ലിയർ, സി CIR, ഡി ക്ലിയർ ഓൾ. ആൻസർ ബി. പൈത്തൺ പ്രോഗ്രാമിംഗ് ഭാഷയിൽ ആവർത്തന നിർദ്ദേശത്തിനകത്ത് മറ്റൊരു ആവർത്തന നിർദ്ദേശം നൽകേണ്ടി വരും. അതിന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? എ ലൂപ്പ്, ബി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്, സി സ്റ്റേറ്റ്മെൻറ്റ്, ഡി നെസ്റ്റഡ് ലൂപ്പ്. ആൻസർ ഡി നെസ്റ്റഡ് ലൂപ്പ്. ഈ പ്രോഗ്രാമിൽ 4K ഇൻ റേഞ്ച്
4 എന്ന നിർദ്ദേശം എന്തിനുള്ളതാണ്? എ 4 ചതുരങ്ങൾ വരയ്ക്കാൻ, ബി 4 യൂണിറ്റ് വര വരയ്ക്കാൻ, സി ഫോർ ലൂപ്പിനകത്തുള്ള നിർദ്ദേശങ്ങൾ 100 തവണ ആവർത്തിക്കാൻ, ഡി ഫോർ ലൂപ്പിനകത്തുള്ള നിർദ്ദേശങ്ങൾ 4 തവണ ആവർത്തിക്കാൻ. ആൻസർ ഡി. പൈത്തൺ ഗ്രാഫിക്സ് ജാലകത്തിൽ ചുവപ്പ് നിറത്തിൽ ഒരു ബിന്ദു രേഖപ്പെടുത്താൻ നൽകുന്ന നിർദ്ദേശം ഏത്? എ .20 റെഡ്, ബി .red 20, സി .20 റെഡ്, ഡി .red 20. ഇതിലുപയോഗിച്ചിട്ടുള്ള ചിഹ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻസർ എ. പൈത്തൺ നിർദ്ദേശങ്ങളിൽ ഗ്രാഫിക്സ് നിർദ്ദേശം അല്ലാത്തത് ഏതാണ്? എ റൈറ്റ്, ബി ബാക്ക്വേർഡ്, സി റേഞ്ച്, ഡി ഫോർവേഡ്. ആൻസർ സി റേഞ്ച്. പൈത്തൺ പ്രോഗ്രാമിംഗ് ഭാഷയിലെ ജ്യാമിതീയ രൂപങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന അനുബന്ധ സോഫ്റ്റ്വെയർ ഏത്? എ ടർട്ടിൽ, ബി ഇമ്പോർട്ട്, സി പൈത്തൺ ഷെൽ, ഡി IDLE. ആൻസർ എ. പൈത്തൺ പ്രോഗ്രാമുകൾ തയ്യാറാക്കുമ്പോൾ ആവർത്തന നിർദ്ദേശത്തിനകത്ത് വീണ്ടും ആവർത്തന നിർദ്ദേശങ്ങൾ ഉപയോഗിക്കുന്ന സങ്കേതം ഏത്? എ ഫോർ ലൂപ്പ്, ബി നെസ്റ്റഡ് ലൂപ്പ്, സി റേഞ്ച്, ഡി ഫംഗ്ഷൻ. ആൻസർ ബി നെസ്റ്റഡ് ലൂപ്പ്. പൈത്തൺ ഗ്രാഫിക്സ് പ്രോഗ്രാമിൽ റൈറ്റ് 60 എന്ന നിർദ്ദേശം എന്തിനുള്ളതാണ്? എ ടർട്ടിൽ 60 ഡിഗ്രി വലത്തേക്ക് തിരിയാൻ, ബി വലത്തേക്ക് 60 യൂണിറ്റ് നീളത്തിൽ വര വരയ്ക്കാൻ, സി വലതുവശത്ത് 60 യൂണിറ്റ് ആരമുള്ള വൃത്തം വരയ്ക്കാൻ, ഡി 60 യൂണിറ്റ് അകലത്തിൽ വലതുവശത്ത് ഒരു ബിന്ദു അടയാളപ്പെടുത്താൻ. ആൻസർ എ ടർട്ടിൽ 60 ഡിഗ്രി വലത്തേക്ക് തിരിയാൻ. മുകളിൽ കൊടുത്തിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടിൽ എത്ര വൃത്തങ്ങൾ ഉണ്ടായിരിക്കും? എ 40, ബി 101, സി 20, ഡി 4. ആൻസർ ഡി 4. പൈത്തൺ ഗ്രാഫിക്സ് പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജ്യാമിതീയ രൂപങ്ങൾക്ക് വ്യത്യസ്ത നിറങ്ങൾ നൽകുന്നതിന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് നിർദ്ദേശം ഉപയോഗിക്കാം? എ പെൻ കളർ, ബി പെൻ കളർ, സി കളർ, ഡി കളർ. ഇവിടെ സ്പെല്ലിങ്ങും ചിഹ്നവും പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻസർ ഡി COLOR കഴിഞ്ഞ് ബ്രാക്കറ്റുകൾ. ഒരു സമഭുജ ത്രികോണം തയ്യാറാക്കുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ കനം നിർണ്ണയിക്കുന്നതിന് പ്രോഗ്രാമിൽ ചേർക്കേണ്ട നിർദ്ദേശം ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. എ പെൻ കളർ 5, ബി പെൻ സൈസ് 5, സി പെൻ തിക്നെസ് 5, ഡി പെൻ ലൈൻ 5. ആൻസർ ബി പെൻ സൈസ് 5. മുകളിൽ കൊടുത്തിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സമഷഡ്ഭുജത്തിൻ്റെ പ്രത്യേകത ചുവടെ നൽകിയിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. എ 60 യൂണിറ്റ് നീളമുള്ള വശം, ബി 100 യൂണിറ്റ് നീളമുള്ള വശം, സി 100 യൂണിറ്റ് കോണളവ്, ഡി 6 യൂണിറ്റ് നീളമുള്ള വശം. ആൻസർ ബി 100 യൂണിറ്റ് നീളമുള്ള വശം. പൈത്തൺ പ്രോഗ്രാമുകൾ തയ്യാറാക്കുമ്പോൾ നിർദ്ദേശങ്ങൾ നിശ്ചിത പ്രാവശ്യം ആവർത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന സങ്കേതം ചുവടെ കൊടുത്തവയിൽ ഏത്? എ ഫോർ ലൂപ്പ്, ബി ടർട്ടിൽ, സി ഫോർവേഡ്, ഡി ഐറ്ററേറ്റ്. ആൻസർ എ ഫോർ ലൂപ്പ്. നീല നിറത്തിൽ സമചതുരം വരച്ച് ചുവന്ന നിറം നിറയ്ക്കാൻ സജു ഒരു പ്രോഗ്രാം തയ്യാറാക്കി. എന്നാൽ അതിൽ കളർ റെഡ് എന്ന വരി തെറ്റാണെന്ന് അധ്യാപകൻ അവനോട് പറഞ്ഞു. എന്താണ് ശരിയായ നിർദ്ദേശം? ഇവിടെ കാണുന്നതിൽ നിന്നും അനുയോജ്യമായ നിർദ്ദേശം തിരഞ്ഞെടുക്കുക. ആൻസർ ഡി പാർട്ട് 2. പൈത്തൺ ഗ്രാഫിക്സ് പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും അവയുടെ ഉപയോഗവും ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? എ പെൻ സൈസ്, ഗ്രാഫിക്സ് സ്ക്രീനിൽ തെളിയുന്ന വരകളുടെ നിറം നിർണ്ണയിക്കാൻ. ബി RT, ടർട്ടിൽ ഇടത്തോട്ട് തിരിയാൻ. സി ഡോട്ട്, ടർട്ടിൽ വലതുവശത്തേക്ക് തിരിയാൻ. ഡി ക്ലിയർ, ഗ്രാഫിക്സ് സ്ക്രീനിലെ വരകളും എഴുത്തുകളും പൂർണ്ണമായും ഇല്ലാതാക്കാൻ. ഈ സർക്കിൾ,
ടർട്ടിൽ വൃത്താകൃതിയിൽ ചലിക്കാൻ. ആൻസർ ഡി ആൻഡ് ഇ. 150 യൂണിറ്റ് നീളമുള്ള വശങ്ങളോടുകൂടിയ ഒരു സമഷഡ്ഭുജം നിർമ്മിക്കുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാമിൻ്റെ മൂന്നാമത്തെയും നാലാമത്തെയും വരികൾ വിട്ടുപോയിരിക്കുന്നു. ശരിയായ നിർദ്ദേശങ്ങൾ ചുവടെ നൽകിയവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. എ. മൂന്നാമത്തെ വരി ഫോർവേഡ് 150. ബി. മൂന്നാമത്തെ വരി ഫോർവേഡ് 120. സി. നാലാമത്തെ വരി റൈറ്റ് 60. ഡി. നാലാമത്തെ വരി റൈറ്റ് 150. ഇ. നാലാമത്തെ വരി ലെഫ്റ്റ് 60. ആൻസർ എ ആൻഡ് സി. പൈത്തൺ ഗ്രാഫിക്സിൽ നീല നിറത്തിൽ ഒരു വൃത്തം നിർമ്മിക്കാനുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ വൃത്തത്തിന് നിറങ്ങൾ നൽകാൻ ഏതൊക്കെ നിർദ്ദേശങ്ങൾ ഉപയോഗിക്കാം? എ. CLR ബ്ലൂ. ബി. COLR ബ്ലൂ. സി. പെൻ കളർ ബ്ലൂ. ഡി. പെൻ ബ്ലൂ. ഇ. കളർ ബ്ലൂ. ആൻസർ ബി ആൻഡ് സി. സമചതുരം നിർമ്മിക്കുന്നതിനുള്ള പൈത്തൺ ഗ്രാഫിക്സ് പ്രോഗ്രാമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ കളർ ബ്ലൂ പിങ്ക് എന്ന നിർദ്ദേശത്തെ സംബന്ധിച്ച് ശരിയായ 2 പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എ. പിങ്ക് നിറത്തിൽ സമചതുരത്തിൻ്റെ ബോർഡർ വരയ്ക്കുന്നു. ബി. നീല നിറത്തിൽ സമചതുരം വരയ്ക്കുന്നു. സി. നീല നിറം ഉപയോഗിച്ച് ജാമിതീയ രൂപത്തിൻ്റെ കളം നിറയ്ക്കുന്നു. ഡി. പിങ്ക് നിറം ഉപയോഗിച്ച് ജാമിതീയ രൂപത്തിൻ്റെ കളം നിറയ്ക്കുന്നു. ഈ നീല, പിങ്ക് എന്നീ നിറങ്ങളിൽ ഓരോ സമചതുരങ്ങൾ വരയ്ക്കുന്നു. ആൻസർ ബി ആൻഡ് ഡി. ചുവടെ തന്നിരിക്കുന്നവയിൽ പ്രോഗ്രാമിംഗ് ഭാഷകൾ ഏതെല്ലാം? എ. EXT. ബി. ജാവ. സി. കാൽക്ക്. ഡി. IDLE. ഇ. CPP. ആൻസർ ബി ആൻഡ് ഇ. IDLE ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പൈത്തൺ പ്രോഗ്രാമുകളുടെ ഔട്ട്പുട്ടുകൾ സാധാരണ പ്രവർത്തിപ്പിക്കപ്പെടുന്ന ജാലകങ്ങൾ ഏതെല്ലാം? എ. പൈത്തൺ എഡിറ്റർ ജാലകം. ബി. ടർട്ടിൽ എഡിറ്റർ ജാലകം. സി. പൈത്തൺ ടർട്ടിൽ ഗ്രാഫിക്സ് ജാലകം. ഡി. പ്രോഗ്രാം എഡിറ്റർ ജാലകം. ഇ. പൈത്തൺ ഷെൽ ജാലകം. ആൻസർ സി ആൻഡ് ഇ. 50 യൂണിറ്റ് നീളമുള്ള വശങ്ങളോടുകൂടിയ സമപഞ്ചഭുജം നിർമ്മിക്കുന്നതിനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ 2 വരികൾ വിട്ടുപോയിരിക്കുന്നു. പ്രോഗ്രാം പൂർത്തിയാക്കുന്നതിനുള്ള ശരിയായ നിർദ്ദേശങ്ങൾ താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. എ. ഫോർവേഡ് 50. ബി. ഫോർവേഡ് 72. സി. റൈറ്റ് 72. ഡി. റൈറ്റ് 50. ഇ. പെൻ സൈസ് 50. ആൻസർ എ ആൻഡ് സി. പൈത്തൺ പ്രോഗ്രാമിലെ ഓരോ നിർദ്ദേശത്തിന് നേരെയും അതിൻ്റെ ഉപയോഗവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ശരിയായി രേഖപ്പെടുത്തിയവ മാത്രം തിരഞ്ഞെടുക്കുക. എ. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട്, ടർട്ടിൽ ഗ്രാഫിക്സ് പ്രവർത്തനക്ഷമമാക്കാൻ. ബി. ക്ലിയർ, സ്ക്രീനിലെ വരകൾ മാത്രം ഇല്ലാതാക്കാൻ. സി. ഫോർ ഐ ഇൻ റേഞ്ച് 4, തുടർന്നുള്ള നിർദ്ദേശങ്ങൾ 3 തവണ ആവർത്തിക്കുന്നതിന്. ഡി. ഫോർവേഡ് 90 യൂണിറ്റ് നീളമുള്ള ഒരു വര വരയ്ക്കാൻ. ഇ. റൈറ്റ് 90, വലത്തോട്ട് 100 യൂണിറ്റ് നീളമുള്ള ഒരു വര വരയ്ക്കാൻ. ആൻസർ എ ആൻഡ് ഡി. 100 യൂണിറ്റ് നീളമുള്ള വശങ്ങളോട് കൂടിയ ഒരു സമചതുരം നിർമ്മിക്കുന്നതിനായി ഒരു പൈത്തൺ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നു ജിതിൻ. ഇതിൽ 2 നിർദ്ദേശങ്ങൾ തെറ്റിപ്പോയി. തന്നിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നിന്നും ഇതിൻ്റെ പ്രോഗ്രാം ശരിയായ രീതിയിൽ ആക്കുന്നതിന് സഹായിക്കുന്ന 2 എണ്ണം തിരഞ്ഞെടുക്കുക. എ. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ടിന് പകരം ഫ്രം ഇമ്പോർട്ട് ടർട്ടിൽ എന്ന് തിരുത്തുക. ബി. ഫോർ കെ ഇൻ റേഞ്ച് 3 എന്നതിന് പകരം ഫോർ കെ ഇൻ റേഞ്ച് 4 എന്ന് തിരുത്തുക. സി. ഫോർവേഡ് 100 പകരം ഫോർവേഡ് 200 എന്ന് തിരുത്തുക. ഡി. റൈറ്റ് 60 പകരം ലെഫ്റ്റ് 60 എന്ന് തിരുത്തുക. ഇ. റൈറ്റ് 60 പകരം റൈറ്റ് 90 എന്ന് തിരുത്തുക. ആൻസർ ബി ആൻഡ് ഇ. തന്നിട്ടുള്ള പൈത്തൺ പ്രോഗ്രാമിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എ. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്ന നിർദ്ദേശം ഇല്ലെങ്കിലും പ്രോഗ്രാം ശരിയായി പ്രവർത്തിക്കും. ബി. പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോൾ 3 വൃത്തങ്ങൾ ലഭിക്കും. സി. പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോൾ 3-ൽ കൂടുതൽ വൃത്തങ്ങൾ ലഭിക്കും. ഡി. വൃത്തങ്ങളെല്ലാം വ്യത്യസ്ത വലിപ്പമുള്ളവ ആയിരിക്കും. ഇ. വൃത്തങ്ങളെല്ലാം ഒരേ വലിപ്പമുള്ളവ ആയിരിക്കും. ആൻസർ ബി ആൻഡ് ഡി. വൃത്തം നിർമ്മിക്കാനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാമിൻ്റെ ചില ഭാഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ കളർ എന്ന നിർദ്ദേശത്തെ സംബന്ധിച്ച് ശരിയായ 2 പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എ. കറുപ്പ് നിറത്തിൽ ജാമിതീയ രൂപം വരയ്ക്കുന്നു. ബി. ചുവന്ന നിറത്തിൽ ജാമിതീയ രൂപം വരയ്ക്കുന്നു. സി. തുല്യ അകലത്തിൽ ചുവപ്പും കറുപ്പും ഇടകലർന്ന ജാമിതീയ രൂപം വരയ്ക്കുന്നു. ഡി. കറുപ്പ് നിറം ഉപയോഗിച്ച് ജാമിതീയ രൂപത്തിൻ്റെ കളങ്ങൾ നിറയ്ക്കുന്നു.
ഈ ചുവപ്പ് നിറം ഉപയോഗിച്ച് ജ്യാമിതീയ രൂപത്തിലെ കളങ്ങൾ നിറയ്ക്കുന്നു. ആൻസർ ബി ആൻഡ് ഡി. അധ്യായം 5 നെറ്റ്വർക്കിംഗ് പാർട്ട് 1. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സങ്കേതം ചുവടെയുള്ളതിൽ ഏതാണ്? എ. DHCP, ബി. TCP/IP, സി. SSH, ഡി. SMB. ആൻസർ എ. DHCP. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ പെടുന്നത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? എ. സ്കൂൾ ലാബിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ബി. ഒരു ബാങ്കിൻ്റെ വിവിധ ബ്രാഞ്ചുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, സി. ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഡി. കേരളത്തിലെ ജില്ലാ ആസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ആൻസർ എ. സ്കൂൾ ലാബിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. വിവരങ്ങൾ പരസ്പരം കൈമാറത്തക്ക വിധത്തിൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്ത്? എ. ഹാർഡ്വെയർ, ബി. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, സി. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ഡി. സോഫ്റ്റ്വെയർ. ആൻസർ സി. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. IPv4 പ്രകാരം ഒരു കമ്പ്യൂട്ടറിന് നൽകുന്ന IP അഡ്രസ്സിനെ സംബന്ധിച്ച ചില പ്രസ്താവനകളാണ് ചുവടെയുള്ളത്. ഇതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എ. ഇതിന് 32 ബിറ്റ് വലിപ്പമുണ്ട്, ബി. ഇതിന് 128 ബിറ്റ് വലിപ്പമുണ്ട്, സി. 8 ബിറ്റ് വലിപ്പമുള്ള 4 ഭാഗങ്ങളുണ്ട്, ഡി. ഓരോ ഭാഗത്തെയും ഡോട്ട് ഉപയോഗിച്ച് വേർതിരിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് ആൻസർ ബി. ഇതിന് 128 ബിറ്റ് വലിപ്പമുണ്ട്. 192, 168, 132 ആണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്. ഇതിൽ കമ്പ്യൂട്ടറിനെ അഥവാ ഹോസ്റ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? എ. 192, ബി. 168, സി. 1, ഡി. 32. ആൻസർ ഡി. 32. നെറ്റ്വർക്കിൽ ഉള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം തിരിച്ചറിയുന്നതിന് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഉപയോഗപ്പെടുത്തുന്നത്? എ. സെർവർ അഡ്രസ്, ബി. LAN, സി. WAN, ഡി. IP അഡ്രസ്. ആൻസർ ഡി. IP അഡ്രസ്. തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഉപകരണം? എ. പ്രിൻ്റർ, ബി. സ്കാനർ, സി. ഹബ് അല്ലെങ്കിൽ സ്വിച്ച്, ഡി. മോഡം. ആൻസർ സി. ഹബ് അല്ലെങ്കിൽ സ്വിച്ച്. നെറ്റ്വർക്കിലെ ഒരു കമ്പ്യൂട്ടറിൽ ഉള്ള ഫയലുകൾ മറ്റുള്ളവയിൽ ലഭ്യമാകുന്നതിന് അത്യാവശ്യമായ ഉപകരണം ചുവടെ നൽകിയവയിൽ നിന്നും കണ്ടെത്തുക. എ. പ്രിൻ്റർ, ബി. സ്കാനർ, സി. ഹബ് സ്വിച്ച്, ഡി. വെബ് ക്യാമറ. ആൻസർ സി. ഹബ് സ്വിച്ച്. ഒരു കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഫയൽ മറ്റൊരു കമ്പ്യൂട്ടറിൽ ലഭ്യമാകുന്നതിന് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംവിധാനമാണ് അത്യാവശ്യം? എ. നെറ്റ്വർക്കിംഗ്, ബി. ഡാറ്റാബേസ്, സി. ഇ-കൊമേഴ്സ്, ഡി. DBMS. ആൻസർ എ. നെറ്റ്വർക്കിംഗ്. ഒരു നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന UTP കേബിളിലെ വയറുകളിൽ കാണപ്പെടുന്ന നിറം ഏത്? എ. ഓറഞ്ച്, ബി. വയലറ്റ്, സി. മഞ്ഞ, ഡി. കറുപ്പ്. ആൻസർ എ. ഓറഞ്ച്. കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ചെയ്യുന്നതിന് സാധാരണ ഉപയോഗിക്കുന്ന കണക്ടർ ഏത്? എ. RJ11, ബി. സീരിയൽ കണക്ടർ, സി. സ്വിച്ച്, ഡി. RJ45. ആൻസർ ഡി. RJ45. ഒരു നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന UTP കേബിളിൽ എത്ര ജോഡി വയറുകളുണ്ട്? എ. 4, ബി. 12, സി. 8, ഡി. 10. ആൻസർ എ. 4 ജോഡി. കമ്പ്യൂട്ടറുകളെ നെറ്റ്വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന UTP കേബിളിലെ വയറുകളുടെ എണ്ണം എത്രയാണ്? എ. 2 വയറുകൾ, ബി. 2 ജോഡി വയറുകൾ, സി. 8 വയറുകൾ, ഡി. 8 ജോഡി വയറുകൾ. ആൻസർ സി. 8 വയറുകൾ. തന്നിരിക്കുന്നവയിൽ ഹബിന് പകരമായി ഉപയോഗിക്കാവുന്ന ഉപകരണം ഏത്? എ. കേബിൾ, ബി. കണക്ടർ, സി. സ്വിച്ച്, ഡി. പ്രിൻ്റർ. ആൻസർ സി. സ്വിച്ച്. തന്നിരിക്കുന്നവയിൽ IPv4 പ്രോട്ടോകോൾ പ്രകാരം ഉള്ള IP വിലാസം ആകുവാൻ സാധ്യതയുള്ളത്? ആൻസർ ഡി. കാരണം IPv4 പ്രകാരം 255-ൽ കൂടിയ നമ്പർ ഉപയോഗിക്കാൻ പാടില്ല.
TCP/IP പ്രോട്ടോക്കോളിൻ്റെ നിലവിലുള്ള വെർഷനുകളാണ് IPv4, IPv6 എന്നിവ. ഇതിൽ IPv4 പ്രകാരം കമ്പ്യൂട്ടറിന് നൽകുന്ന IP അഡ്രസ്സിൻ്റെ വലിപ്പം എത്ര ബിറ്റാണ്? ആൻസർ ബി, 32 ബിറ്റ്. IPv6 പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ഒരു നെറ്റ്വർക്ക് IP അഡ്രസ്സിൻ്റെ വലിപ്പം പരമാവധി എത്ര വരെ ആകാം? ആൻസർ സി, 128 ബിറ്റ്. സ്കൂൾ ലാബിലെ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾക്ക് IP വിലാസം നൽകുന്നത് താഴെ കൊടുത്തവയിൽ ഏത് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ്? എ. TCP/IP, ബി. POP, സി. SMB, ഡി. SSH. ആൻസർ എ. TCP/IP. മോഡവുമായി ടെലഫോൺ ശൃംഖലയെ ബന്ധിപ്പിക്കുന്ന കേബിളിൻ്റെ അറ്റത്ത് കാണപ്പെടുന്ന കണക്ടറിൻ്റെ പേരെന്ത്? എ. സ്വിച്ച്, ബി. RJ45, സി. RJ11, ഡി. ഹബ്. ആൻസർ സി. RJ11. താഴെ കുറേ സംഖ്യകളുടെ കൂട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ ഏതു കൂട്ടമാണ് ഒരു IP വിലാസം ആകാൻ സാധ്യതയുള്ളത്? ഇവിടെ ഒരു സൂചന തരാം. IPv4 പ്രകാരം ഡോട്ട് ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ 255-ൽ വലുതായ സംഖ്യകൾ ഉപയോഗിക്കാറില്ല. ഡോട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള 4 സെക്ഷനുകൾ IPv4 പ്രകാരമുള്ള IP അഡ്രസ്സിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ എ. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റുവാനുള്ള ഉപകരണത്തിൻ്റെ പേരെന്ത്? എ. മോഡം, ബി. RJ45, സി. RJ11, ഡി. ഹബ്. ആൻസർ എ. മോഡം. 192.168.1.15 എന്ന IP അഡ്രസ്സുള്ള ഒരു കമ്പ്യൂട്ടറിലേക്ക് അതേ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട മറ്റൊരു സിസ്റ്റത്തിൽ നിന്നും കണക്ട് ചെയ്യാൻ താഴെ പറയുന്ന ഏത് രീതിയിലാണ് സെർവർ അഡ്രസ്സ് കൊടുക്കേണ്ടത്? എ, ബി, സി, ഡി എന്നിവ പരിശോധിക്കുക. ആൻസർ ബി. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങളുടെ നാമകരണത്തിനും വിവരങ്ങൾ വിനിമയം ചെയ്യുന്നതിനും മറ്റും പാലിക്കേണ്ട പൊതുനിയമങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? എ. IP അഡ്രസ്സ്, ബി. നെറ്റ് മാസ്ക്, സി. നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ, ഡി. ഷെയറിംഗ്. ആൻസർ സി. നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ. കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന UTP കേബിളിലെ വയറുകളെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? എ. ഇവ 8 ജോഡികളായി കാണപ്പെടുന്നു. ബി. ഇവ 4 വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. സി. ഇവ RJ45 കണക്ടറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നു. ഡി. ഇവ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റുന്നു. ആൻസർ സി. പാർട്ട് 2. സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് നെറ്റ്വർക്ക് ചെയ്യുന്നതിനായി UTP കേബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നെറ്റ്വർക്ക് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനായി അത്യാവശ്യം വേണ്ട 2 ഉപകരണങ്ങൾ ഏതെല്ലാം? എ. RJ45 കണക്ടർ, ബി. RJ11 കണക്ടർ, സി. ഹബ് അല്ലെങ്കിൽ സ്വിച്ച്, ഡി. മോഡം, ഇ. HDMI കേബിൾ. ആൻസർ എ ആൻഡ് സി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ ഏതെല്ലാമാണ്? എ. RJ45, ബി. RJ11, സി. UTP, ഡി. TCP/IP, ഇ. SSH. ആൻസർ ഡി ആൻഡ് ഇ. കേബിളുകളുടെ സഹായമില്ലാതെ കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് വയർലെസ് നെറ്റ്വർക്ക്. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. ശരിയായ 2 തിരഞ്ഞെടുക്കുക. എ. നെറ്റ്വർക്ക് ചെയ്യാൻ RF തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ബി. തരംഗദൈർഘ്യം കുറഞ്ഞ RF തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. സി. തരംഗദൈർഘ്യം കൂടിയ RF തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഡി. നെറ്റ്വർക്ക് ചെയ്യാൻ ശബ്ദതരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ഈ തരംഗദൈർഘ്യം കുറഞ്ഞ ശബ്ദതരംഗങ്ങൾ ആണ് ഉപയോഗിക്കുന്നത്. ആൻസർ എ ആൻഡ് സി. തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ? എ. UPS, ബി. SMB, സി. UTP, ഡി. SMPS, ഇ. POP. ആൻസർ ബി ആൻഡ് ഇ. ചുവടെയുള്ളവയിൽ ഏതെല്ലാമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ? എ. കമ്പ്യൂട്ടറുകളിലെ വിവരങ്ങൾ പരസ്പരം കൈമാറാം. ബി. പവർ സപ്ലൈ പങ്കുവയ്ക്കാം. സി. പ്രിൻ്ററുകൾ പങ്കുവയ്ക്കാം. ഡി. ഒരു നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകൾക്ക് ഒരേ IP വിലാസം നൽകാം.
ഈ IP വിലാസം ഇല്ലാതെയും കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം സാധ്യമാക്കാം. ആൻസർ എ ആൻഡ് സി. കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ ഏവ? എ. ഫയലുകൾ പങ്കുവയ്ക്കാം. ബി. UPS പങ്കുവയ്ക്കാം. സി. മൗസ് പങ്കുവയ്ക്കാം. ഡി. അനുബന്ധ ഉപകരണങ്ങൾ പങ്കുവയ്ക്കാം. ഇ. കീബോർഡ് പങ്കുവയ്ക്കാം. ആൻസർ എ ആൻഡ് ഡി. ഒരു കമ്പ്യൂട്ടറിന് സ്ഥിരമായ IP വിലാസം സെറ്റ് ചെയ്യുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം ഫീൽഡുകളിലാണ് സാധാരണയായി വിവരങ്ങൾ നൽകേണ്ടത്? എ. അഡ്രസ്സ്. ബി. ഗേറ്റ്വേ. സി. NM ആപ്ലെറ്റ്. ഡി. വയേർഡ് കണക്ഷൻ. ഇ. എലമെൻറ്റ് സെലക്ടർ. ആൻസർ എ ആൻഡ് ബി. പ്രോട്ടോക്കോളിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? എ. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങൾ പാലിക്കേണ്ട പൊതു നിയമങ്ങളാണ് പ്രോട്ടോക്കോളുകൾ. ബി. ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ പാലിക്കേണ്ട പൊതു നിയമങ്ങളാണ് പ്രോട്ടോക്കോളുകൾ. സി. അനുബന്ധ ഉപകരണങ്ങൾ പാലിക്കേണ്ട പൊതു നിയമങ്ങളാണ് പ്രോട്ടോക്കോളുകൾ. ഡി. SSH, SMB, POP എന്നിവ വിവിധ പ്രോട്ടോക്കോളുകളാണ്. ഇ. UPS, SMBS, SVG എന്നിവ വിവിധ പ്രോട്ടോക്കോളുകളാണ്. ആൻസർ എ ആൻഡ് ഡി. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? എ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ സാധാരണയായി കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും കാണപ്പെടുന്നു. ബി. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. സി. കേബിളുകൾ ഉപയോഗിച്ച് മാത്രമേ ഉപകരണങ്ങൾ നെറ്റ്വർക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഡി. കമ്പ്യൂട്ടറുകൾ അന്യോന്യം ബന്ധിപ്പിക്കുന്നതിന് RJ11 കണക്ടർ ഉപയോഗിക്കുന്നു. ഇ. കമ്പ്യൂട്ടറുകൾ അന്യോന്യം ബന്ധിപ്പിക്കുന്നതിന് RJ45 കണക്ടർ ഉപയോഗിക്കുന്നു. ആൻസർ എ ആൻഡ് ഇ. ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ്സ് നൽകുന്നതിന് ഇപ്പോൾ നിലവിലുള്ള പ്രോട്ടോക്കോളുകൾ എന്തൊക്കെ? എ. IPv4. ബി. SSH. സി. SMB. ഡി. IPv6. ഇ. PCP. ആൻസർ എ ആൻഡ് ഡി. നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ ആയ TCP/IP-യുടെ 2 വേർഷനുകളായ IPv4-നെയും IPv6-നെയും സംബന്ധിച്ചിട്ടുള്ള ശരിയായ 2 പ്രസ്താവനകൾ ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. എ. IPv4 പ്രകാരം 32 ബിറ്റ് വലിപ്പമുള്ള വിലാസങ്ങളാണ് കമ്പ്യൂട്ടറിന് നൽകാറുള്ളത്. ബി. IPv4 പ്രകാരം 128 ബിറ്റ് വലിപ്പമുള്ള വിലാസമാണ് കമ്പ്യൂട്ടറിന് നൽകാറുള്ളത്. സി. IPv6 പ്രകാരം 8 ബിറ്റ് വലിപ്പമുള്ള വിലാസമാണ് കമ്പ്യൂട്ടറിന് നൽകാറുള്ളത്. ഡി. IPv6 പ്രകാരം 32 ബിറ്റ് വലിപ്പമുള്ള വിലാസമാണ് കമ്പ്യൂട്ടറിന് നൽകാറുള്ളത്. ഇ. IPv6 പ്രകാരം 128 ബിറ്റ് വലിപ്പമുള്ള വിലാസമാണ് കമ്പ്യൂട്ടറിന് നൽകാറുള്ളത്. ആൻസർ എ ആൻഡ് ഇ.